പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇബ്ലീസിന്റെ വാദത്തിന്റെ ഗണത്തിൽ ആരൊക്കെ പെടുക എന്ന് നമ്മൾ ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. ലോകത്ത് കടന്നു വന്ന സകലമാന അമ്പിയാക്കന്മാരും അവരവരുടെ സമൂഹങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വ്യഭിചാരമുണ്ട്, അവിടെ മദ്യപാനമുണ്ട്, അവിടെ ചൂതാട്ടമുണ്ട്, അവിടെ യുദ്ധങ്ങളുണ്ട്, അവിടെ പലിശയുണ്ട്, അവിടെ പിടിച്ചുപറിയുണ്ട്, അവിടെ പലതുമുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമായി ആ സമൂഹത്തോട് പറഞ്ഞ കാര്യം എന്താ? ജനങ്ങളെ, നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം. അങ്ങനെ ഇബാദത്തിലേക്ക്, തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും മക്കയിൽ വന്നുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ആളെ കിട്ടുമായിരുന്നില്ല, നിങ്ങൾ പലിശ വാങ്ങരുതെന്ന് പറഞ്ഞാൽ ആളെ കിട്ടുമായിരുന്നില്ല. പക്ഷേ നബി എന്താ ആദ്യം ചെയ്തത്? അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഏകനായ റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി, ആ റബ്ബിന്റെ കഴിവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി, ആ റബ്ബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി. എന്നിട്ട് ആ റബ്ബിന്റെ വഹദാനിയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങൾ റബ്ബിനെ ഉൾക്കൊണ്ടു. അങ്ങനെ റബ്ബിനെ ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ടപ്പോൾ മറ്റുള്ള തിന്മകളെല്ലാം അവർ മാറ്റിവെക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ലോകത്തേക്ക് കടന്നു വന്ന സകല നബിമാരും ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ വിഷയം അല്ലാഹു തആല പരിചയപ്പെടുത്തി, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ഇലാഹില്ല, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഇബാദത്തെടുക്കണമെന്ന് പറയാൻ വേണ്ടി അല്ലാതെ, അത് വഹി കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും നാം നിയോഗിച്ചിട്ടില്ല. എല്ലാ നബിമാരും അതാ പറഞ്ഞത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അതാ പറഞ്ഞത്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹദാ സിറാത്തും മുസ്തഖീം. അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്, ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അതാണ് ചൊവ്വായ പാത. ഇതേ ആശയമാണ് മൂസാ നബി പഠിപ്പിച്ചത്, ഇതേ ആശയമാണ് സ്വാലിഹ് നബി പഠിപ്പിച്ചത്, ഇതേ ആശയമാണ് നൂഹ് നബിയും ഹൂദ് നബിയും പഠിപ്പിച്ചത്. അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാർ നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള, അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള, ഔലിയാക്കളെയും മഹാത്മാക്കളെയും നിങ്ങൾ സഹായം തേടിക്കോളൂ മരണശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നബിമാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ നബിമാരും പറഞ്ഞ ആശയം. പക്ഷെ നബിമാരുടെ കാലശേഷം തെറ്റുപറ്റിയുള്ളത് വേറെ വിഷയം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഉയർത്തി. അദ്ദേഹത്തിന്റെ ആ ഉയർത്തപ്പെട്ടതിന്റെ 300 കൊല്ലങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്താ? പല ആളുകളും മതത്തെ കയ്യിലെടുത്തു. അള്ളാഹു പരിചയപ്പെടുത്തിയത് അവരെ കുറിച്ച് പുരോഹിതന്മാർ എന്നാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹു, അവനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഈസാ നബി അല്ലാഹു തആല അദ്ദേഹത്തെ ഉയർത്തി. ഇപ്പൊ സംഭവിച്ചതോ, ആ ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളില്ലേ, ആ ഈസാ നബിയുടെ ഉമ്മയെ വിളിക്കുന്ന ആളുകളില്ലേ, അവരെ കുറിച്ച് മുസ്ലിങ്ങൾ എന്താ പറയാറുള്ളത്? അവർ നസ്വാറാക്കളാണ് അല്ലേ, അവർ ഇസ്ലാമിന് സ്ഥാനമില്ല. ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നവൻ അവൻ ഇസ്ലാമിന് സ്ഥാനമില്ല, കാരണം അവൻ നസ്രാണിയാണ്, അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു. ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവിയോട് പ്രാർത്ഥിക്കുന്നവൻ നമ്മളെന്താ പറയാ? അവൻ നസ്രാണിയാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ മുസ്ലിം അല്ല എന്ന് പറയാറില്ലേ? എങ്കിൽ സഹോദരന്മാരെ, ഞാൻ ഒരു പോയിന്റ് ഇടയിൽ കയറി പറയാ. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞ ഒരാളാ മറിയം ബീവി. എന്തൊക്കെ പറഞ്ഞു? ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാഹു മഹത്വപ്പെടുത്തുകയാണ്, മഹത്വം നൽകുകയാണ്, അല്ലാഹുവിന്റെ വിശേഷണമാണ്. പിന്നെയോ വകാനത്ത് മിനൽ ഖാനിതീൻ, അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന തഖ്വയുള്ള അനുസരണയുള്ള മഹദിയായിരുന്നു. ഇന്നഹാ സിദ്ദീഖ, അവർ സത്യസന്ധയായിരുന്നു. ഇങ്ങനെ പല മഹത്വങ്ങളും ഖുർആനിലും ഹദീസിലൊക്കെ കാണാം. ആ മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ ഇസ്ലാമിന് പുറത്താണ്, ക്രിസ്ത്യാനിയാണ് എങ്കിൽ ഒരു പേരറിവില്ല, മശൂറും കുറവില്ല, ബഹുമാനരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട്ടും മറുകാലി കുഞ്ഞിമരക്കാർ ഷഹീദോരും. അങ്ങനെയാണല്ലോ, ഊരും தெரியாது, പേരും தெரியாது, എങ്കെന്ന് വന്ന് എങ്ക പോകരുത് ഒന്നുമേ தெரியாது. അങ്ങനത്തെ ഒരു മഹദി അവിടെ മുനമ്പത്ത് വന്നിട്ട് അവിടെ നമ്മൾ മക്ബറയുണ്ടാക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ മക്ബറക്ക് മുമ്പിൽ പോയി പറയുന്നവൻ മുസ്ലിം. അവിടെയുള്ള പെട്ടിയിൽ, സ്വന്തം വീട്ടിലെ പെട്ടിയിലെ പണം പോയാൽ ആ പണം കിട്ടാൻ വേണ്ടി അവിടുത്തെ പെട്ടിയിൽ പണം കൊണ്ടുപോയി ഇടുന്നവൻ മുസ്ലിം. അവിടെ പോയി ആ മുനമ്പത്തെ ബീബിയോട് പ്രാർത്ഥിക്കുന്നവൻ മുസ്ലിം. അത് എന്തിന്റെ മാനദണ്ഡത്തിലാ? ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ? നമ്മൾ അവർ വഹാബികളാണ്, അവർ പുത്തൻവാദികളാണ്, അവർ പറയുന്നത് കേൾക്കരുത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പോയിന്റ് നിങ്ങളൊന്ന് ആലോചിക്കിൻ. ഈസാ നബിയുടെ ഉമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, മറിയം ബീവിയെ രക്ഷിക്കണമെന്ന് പറയുന്നവൻ ക്രിസ്ത്യാനിയാണ്, വനമ്പത്തെ ബീവിയെ കാക്കണേ എന്ന് പറയുന്നവൻ മുസ്ലിമുമാണ്. അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല, അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല നബിമാരും പഠിപ്പിച്ച ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ള വിശ്വാസം, ആ ആരാധനയിൽ പ്രാർത്ഥനയും പെടും.
ആ ആരാധന റബ്ബിന് മാത്രമായിരിക്കണം. അത് കല്ലിനോട് പാടില്ല, അത് മരത്തോട് പാടില്ല, അത് സൂര്യനോട് പാടില്ല, അത് ചന്ദ്രനോട് പാടില്ല. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമർ ഫസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന. സൂര്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യരുത്, കാരണം അത് സൃഷ്ടിയാണ്. കല്ലുകൾ സൃഷ്ടിയാണ്, മൃഗങ്ങൾ സൃഷ്ടിയാണ്, ഇഴജന്തുക്കൾ സൃഷ്ടികളാണ്, പക്ഷികൾ സൃഷ്ടികളാണ്, അതേ മനുഷ്യരും സൃഷ്ടികളാണ്. അവർ എത്ര വലിയവരാണെങ്കിലും ശരി, അവർ ഒരിക്കലും സൃഷ്ടാവുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന റബ്ബിനോട് മാത്രം, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. ഇതാ നബിമാരെ മുഴുവൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. മക്കയിൽ വന്നപ്പോഴോ ആദ്യമായി അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകം വഹുദൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതമായ ഹുദയുടെ കേന്ദ്രമായ പരിശുദ്ധമായ കഅബാലയം ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കൂടി ഉണ്ടാക്കി. എന്തിനാ? അള്ളാഹനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടി ആ കഅബാലയം ഉണ്ടാക്കി. കാലം കുറേ കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് ആ കഅബക്ക് അകത്ത് കയറിയപ്പോൾ കഅബയുടെ ഉള്ളിൽ അതിൻ്റെ ചുമരുകളിൽ ഇബ്രാഹിം നബിയുടെ ചിത്രങ്ങൾ, ഇസ്മായിൽ നബിയുടെ ചിത്രങ്ങൾ, കഅബയുടെ ചുറ്റും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും രൂപങ്ങളും ബിംബങ്ങളും വിഗ്രഹങ്ങളും. ഏത് മക്കയിൽ? തൗഹീദിന് വേണ്ടി ജീവിച്ച ഇബ്രാഹിം നബിയുടെ മക്കയിൽ. എന്താ അതിൻ്റെ അർത്ഥം? ശിർക്ക് സമൂഹത്തിൽ ആവർത്തിക്കും, തൗഹീദിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകും. ആ മുന്നറിയിപ്പ് പ്രവാചകനും നൽകിയിട്ടുണ്ട്. ലാ തഖൂമുസ് സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി കൂടിച്ചേരുന്നത് വരെ. മറ്റു ചില ഹദീസുകളിൽ ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ എന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? സമൂഹത്തിലേക്ക് ശിർക്ക് വളരെ പെട്ടെന്ന് കടന്നു വരും, പേടിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്താണ്? ശിർക്ക് വരൂല, ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കൂല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ ചരിത്രം, പറയേണ്ട ആവശ്യമില്ല. ഫിർഔനിന്റെ ആ ധിക്കാര പ്രവർത്തനങ്ങളിൽ നിന്ന് മൂസാ നബി രക്ഷിച്ച് സഹായിച്ച് തൗഹീദിന് വേണ്ടി ചില ആളുകളെ കൊണ്ടുപോയി. ആ തൗഹീദില്ലാത്തവരെ കടലിൽ അല്ലാഹു മുക്കിക്കൊന്നു. അങ്ങനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ ആളുകൾ ഈമാനുള്ളവരാണ്. അവർ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. ആ സന്ദർഭത്തിൽ ഒറ്റക്ക് പോകുന്നില്ല, ഇവിടെ ഹാറൂൻ നബി ആക്കിക്കൊണ്ടാണ് പോകുന്നത്. എന്നിട്ടും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പശുക്കുട്ടിയെ രൂപമുണ്ടാക്കി ആരാധന തുടങ്ങി. ഇതാ മൂസ റബ്ബിനെ മറന്നുപോയിരിക്കുക, ധന്യ റബ്ബ് എന്ന് പറഞ്ഞ്. ആരാണ് പറഞ്ഞത്? തൗഹീദിന്റെ പേരിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന വിഭാഗം ആളുകൾ. എന്താ അതിന്റെ അർത്ഥം? ശിർക്ക് വരാൻ മാസങ്ങളൊന്നും വേണ്ട, ശിർക്ക് വരാൻ കൊല്ലങ്ങൾ വേണ്ട, വളരെ പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് ലോകത്ത് അമ്പിയാക്കന്മാർ പഠിപ്പിച്ച ആദർശം വീണ്ടും വീണ്ടും ശേഷമുള്ള നബിമാർ പറയേണ്ടി വന്നത്. അതേ ആശയം തന്നെയാണ് മക്കയിൽ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്. എന്താ നബി പഠിപ്പിച്ചത് മക്കയിൽ വന്നിട്ട്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് ഞാൻ പറയുന്നത്. ഫദക്കിറു ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അള്ളാഹുവിൻ്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കൂ എന്നുള്ള അള്ളാഹിൻ്റെ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഖുർആനിൻ്റെ പ്രത്യേകത അത് മനസ്സിൽ വലിയ ഒരു സ്വാധീനമുണ്ടാക്കും, അത് ആരിലും ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യാൻ പറയുന്നത് നമ്മുടെ വാക്കുകളെക്കാൾ, നമ്മുടെ വിശദീകരണങ്ങളെക്കാളെല്ലാം വലുത്, മനസ്സിനെ പിടിക്കുന്നത് ഖുർആന്റെ വചനങ്ങൾ തന്നെയാ. പണ്ട് അബീസിനിയയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ ജാഫർ റളിയല്ലാഹു അൻഹു അന്ന് നജാശി രാജാവിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതിങ്ങനെ ഓതിയിട്ട് ആ ആയത്തുകൾ ഇങ്ങനെ ഓതിയാണ്. ജാഫർ അള്ളാഹു പറയാ, ഞാൻ നോക്കിയപ്പോൾ നജാശി കരയുകയായിരുന്നു. നജാശി അന്നൊരു ക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തിന് അറബി അറിയില്ല. എന്നിട്ട് പോലും അറബി ഭാഷയിലെ ഖുർആൻ കേട്ടിട്ട് നജാശി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആ നജാശി പിന്നീട് മുസ്ലിമായതും ആ നജാശിക്ക് വേണ്ടി മദീനയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചതും ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ ഇത് റബ്ബിന്റെ വചനമാണ് ഈ പറയുന്നത് എന്ന ബോധത്തോടു കൂടി മനസ്സിലാക്കുക. നമുക്കിവിടെ വാശി വേണ്ട, വാശിയും മുതിർവും വേണ്ട. ഞാനും നിങ്ങളുമൊക്കെ നാളെ മരിക്കാനുള്ളവരാണ്. എല്ലാവരും റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം അടിമകളാണ്. അവിടെ പിന്നെ വലിയ വലിയ ആളുകളില്ല. അവിടെ അധികാരമുള്ളവൻ, പണമുള്ളവൻ, അല്ലെങ്കിൽ മേൽക്കോയ്മയുള്ളവൻ, അങ്ങനെ ഒന്നില്ല. എല്ലാവരും അടിമകളാണ്. അതുകൊണ്ട് ആ റബ്ബ് നമ്മിലേക്ക് അയച്ച വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അത് കേൾക്കുക, അതിന് ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹ് നമ്മോട് പറയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. സുഹൃത്തുക്കളെ, അല്ലാഹു പറയാണ് ദുആ ചെയ്യാൻ പാടില്ല.
പിന്നെ അതിനപ്പുറം ചിന്തിക്കാനില്ലല്ലോ. ആരോട് ദുആ ചെയ്യാൻ പാടില്ല? മഅല്ലാഹി, അള്ളാഹിനോടൊപ്പം മഹദ, ഒരാളെയും. അതിൽ മലക്കെന്നില്ല, അതിൽ ജിന്നെന്നില്ല, അതിൽ വലിയെന്നില്ല, അതിൽ ബീവി എന്നില്ല, അതിൽ ഖുതുബുൽ അഖ്താബ് എന്നില്ല, അതിൽ ഖുതുബുൽ ആലം എന്നില്ല, ആരെന്ന വ്യത്യാസമില്ല. അഹദ, ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. ഇത് റബ്ബിന്റെ നിരോധനമാണ്. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പറഞ്ഞത്. പിന്നെയോ വീണ്ടും വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയാൻ, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹുവാണ് ഹക്കായുള്ളവൻ, വഅന്നമാ യദഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, ആ റബ്ബിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും അതെല്ലാം ബാത്തിലുകളാണ്, അതെല്ലാം നിഷ്ഫലമാണ്. വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അല്ലാഹു തആല അലിയാണ്, കബീറാണ്, ഏറ്റവും ഉന്നതനും മഹാനുമാണ്. വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തെടുത്താലും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രബോധനത്തിലെ വിഷയങ്ങൾ എന്താ കാണുക? നിങ്ങൾ ഇബ്രാഹിം നബിനെ വിളിച്ചോ എന്ന് കാണുമോ? ഇല്ല. എങ്കിൽ ഇന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കാമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ നബി നടത്തിയ ആ ദഅവത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതാ നിങ്ങൾ ഇബ്രാഹിം നബിയെ ഒരു തവണ വിളിച്ചോളൂ, ഇസ്മായിൽ നബിയോട് സങ്കടം പറഞ്ഞോളൂ, മൂസാ നബിയോട് കാര്യം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇന്ന നബിയോട് പറഞ്ഞോളൂ, അവർ മരണപ്പെട്ടവരാണെങ്കിലും അവർ നമ്മെ കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു, അവർക്ക് മുഅ്ജിസത്തുകളുണ്ട്, അവർ കൈപറിഞ്ഞിരുന്നവരായിരുന്നു, അതുകൊണ്ട് എല്ലാം ചോദിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല എന്നെങ്ങാനും മക്കയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ബദറിന്റെ വിഷയം വരുമായിരുന്നില്ല, ഉഹദ് വരുമായിരുന്നില്ല, മക്ക വിട്ട് സ്വഹാബത്തിന് ഓടിപ്പോകേണ്ടി വന്നു, അല്ലേ? സ്വഹാബത്തിന് ഏറ് കിട്ടി, പ്രവാചകന് പോലും ഏറ് കിട്ടി, ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. ഉഹദിലെ പ്രവാചകൻ ശത്രുക്കൾ കുഴിച്ച വാരിക്കുഴിയിൽ വീണ് പ്രവാചകന്റെ കാലിന്റെ മുട്ടുപൊട്ടി. എന്തിന്റെ പേരില? മക്കത്ത് ആരുടെയെങ്കിലും ഇവര് മോഷ്ടിച്ചോ? ആരെങ്കിലും തല്ലാൻ പോയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല. പ്രാർത്ഥന റബ്ബിനോട് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹിനോടൊപ്പം മറ്റൊരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അങ്ങനെയല്ലേ ബദ്രീങ്ങൾ ഉണ്ടായത്? അതിന്റെ പേരിലല്ലേ ബദർ ഉണ്ടായത്? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം നമ്മളൊക്കെ പറയാറുണ്ട്, പറയാൻ എളുപ്പമാണ്. മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി വലിയ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ച് അറബികൾ അവരുടെ കുട്ടികൾക്ക് വലിക്കാൻ കൊടുക്കുകയാണ്, കയറ് കെട്ടിയിട്ട് വലിച്ചോളൂ നിങ്ങൾ ബിലാലിനെ മണലിലൂടെ. പക്ഷേ ഇടക്കിടക്കൊന്ന് പറയണം, യാ ബിലാൽ ഉദ്കുരിൽ ലാത്ത വൽ ഉസ്സ, ബിലാലെ വിളിക്കോ ലാത്തയെ, വിളിക്കോ ഉസ്സയെ. ഒരു തവണയെങ്ങാനും ലാത്തയാന്ന് ബിലാൽ വിളിച്ചിരുന്നെങ്കിൽ, ഒരു തവണയെങ്ങാനും ഉസ്സയാന്ന് ബിലാൽ വിളിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ മണലിലും എഴുന്നേറ്റ് പോരാമായിരുന്നു, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ ബിലാലിന്റെ മറുപടി എന്താ? അഹദ്, ഇല്ല, ഞാനിനി ആരും വിളിക്കൂല. എന്താ കാരണം? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. ഈ ഒരു വിശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പഠിപ്പിച്ചതും ആ വിശ്വാസത്തിലാണ് ജനങ്ങളെ വളർത്തിയെടുത്തതും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ നടത്തിയ ആ ദഅവത്ത് മുഴുവൻ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ്. അവസാനിച്ചില്ല. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് മാത്രമല്ല, അല്ലാഹ് ഇതുകൂടി പറഞ്ഞു, ശിർക്ക് ചെയ്യാൻ പാടില്ല. ഒരുപാട് വചനങ്ങളിലൂടെ. അപ്പൊ എന്താ ശിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ? അതുകൂടി മനസ്സിലാക്കണമല്ലോ. ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളാണിത്. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാനെ പോലത്തെ വേറെ അള്ള ഇവിടെ ഉണ്ട് എന്ന് പറയലല്ല, രണ്ട് അള്ള ഉണ്ടെന്ന് പറയലല്ല. അങ്ങനെ ലോകത്ത് അള്ളാനെ പോലെ വേറെ അള്ള ഇവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ ലോകത്ത് ശിർക്കന്നല്ല, അതല്ല ശിർക്ക്. ശിർക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ, അത് റബ്ബിന് മാത്രമേ ഉള്ളൂ, അത് വേറൊരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശേഷണങ്ങളിൽ പങ്കു ചേർക്കല, ശിർക്ക് ചെയ്യലാണ്. ഏതുപോലെ എല്ലാം കാണുന്നവൻ ആരാ? അള്ളയാണ്, അല്ലേ? മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ ആരാണ്? അത് അള്ളയാണ്. അള്ളാഹ്ക്ക് പകലെന്ന വ്യത്യാസമില്ല, രാത്രി എന്ന വ്യത്യാസമില്ല, കടലെന്ന വ്യത്യാസമില്ല, കരയെന്ന വ്യത്യാസമില്ല. അള്ളാഹ്ക്ക് ഗൈബ് എന്ന വിഷയമില്ല. എല്ലാം അവൻ കാണും, എല്ലാം അവൻ അറിയും. ഇത് റബ്ബിന്റെ മാത്രം വിശേഷണം. അത് ഇന്ന ആൾക്കുണ്ടെന്ന് പറഞ്ഞാലോ അവൻ ശിർക്ക് ചെയ്തു, ആ വിഷയത്തിൽ ശിർക്ക് ചെയ്തു. ആ ശിർക്കാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാമൻ അലാ ഫറഅ മാ ഫിൽ ഗുയൂബി വമാ തഹത الثرى وظلا من الليل منسدل أنت الدليل لمن حارت مذاهبه أنت الغياث لمن ضاقت به الحيل. ഇത് ഖുർആന്റെ ആയത്തല്ല, മടവൂരിന്റെ മൗലിദാ. സിയം മടവൂരിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട സിയം മൗലിദാണിത്. എന്താ പറയുന്നത്? യാമൻ അലാ ഫറഅ മാ ഫിൽ ഗുയൂബി വമാ തഹത الثرى وظلا من الليل منسدل. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന മടവൂരെ, ഭൂമിക്കടിയിലെ കാര്യങ്ങൾ അറിയുന്ന മടവൂരെ, ഇരുട്ടിനുള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്ന മടവൂരെ,
ഈ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ പോയില്ലേ, ഇനി വിളിക്കൊന്നും വേണ്ട. മനസ്സിലായോ എവിടെയാ അപകടം? എന്താ ശിർക്ക്? അള്ളാഹിനെ പോലെ വേറെ അല്ലുണ്ടെന്ന് പറയലല്ല ശിർക്ക്. അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണങ്ങൾ എല്ലാം കാണുക. ലോകത്തൊരു സൃഷ്ടിക്കും അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സാധിച്ചിട്ടില്ല എല്ലാം കാണാൻ. എന്നാൽ അള്ളാഹു തആല വഹയിലൂടെ അറിയിച്ചു കൊടുക്കുന്നതുണ്ട്, അത് നബിമാർ അറിയും, അത് മറ്റൊരു വിഷയം. അതല്ലാതെ എല്ലാം കാണാനുള്ള കഴിവ്, സമീഉ അലീം ലത്തീഫ് ഖബീർ, അത് റബ്ബ് മാത്രമാണ്. പക്ഷേ ഇവിടെ വിശ്വാസത്തിൽ ശിർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ അതും ചൊല്ലും. സി എം മടവൂരിന്റെ മൗലിദല്ലേ, അത് മദ്ഹല്ലേ, ഉസ്താദുമാർ പറഞ്ഞതല്ലേ, എന്താ ചൊല്ലിയാ കുഴപ്പം? നമ്മളിങ്ങനെ ചൊല്ലുകയാണ്. എന്താ ചൊല്ലുന്നത്? ഭൂമിക്കടിയിലെ കാര്യങ്ങൾ അറിയുന്ന മടവൂരേ, അറിയോ? ഇല്ല. ആ വിശ്വാസം പിഴവിന്റെ വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് ശിർക്കിന്റെ വിശ്വാസമാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആലയുടെ സംബന്ധിച്ചിടത്തോളം ആകാശമുണ്ടാക്കാൻ, ഭൂമി സൃഷ്ടിക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇവയെ സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് ക്ഷീണം വന്നിട്ടില്ല, ഇനി ഇവയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹ്ക്ക് അതിൽ ഭാരമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമികളുടെ സംരക്ഷണം അള്ളാഹ്ക്ക് ഭാരമുണ്ടാക്കുന്നതല്ല. കാരണം അവനെന്താ? അവൻ എല്ലാറ്റും കഴിവുള്ളവനാണ്, ഖദീറാൻ. അള്ളാഹ്ക്ക് ഒന്നും സൃഷ്ടിക്കാൻ ക്ഷീണിക്കേണ്ടതില്ല, വിയർക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹ് ഒരു കാര്യം ഉദ്ദേശിക്കുകയും ഉണ്ടാകി എന്ന് പറയുകയും ചെയ്താൽ ഉടനെ അത് ഉണ്ടാവുകയാണ്. അത് അള്ളാഹു അതിലിങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അത് റബ്ബിന്റെ പ്രത്യേകതയാണ്. കുൻ, ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. ആ വിശേഷണം ലോകത്തൊരാൾക്കുണ്ടെന്ന് പറഞ്ഞാലോ അത് ശിർക്കാണ്. അത് അംഗീകരിക്കാൻ സൽബുദ്ധിയുള്ള നമ്മൾ തയ്യാറാകണം. കാരണം ഇത് പരലോകത്തിന്റെ വിഷയ. നമ്മളൊക്കെ ദഫ് മുട്ടിക്കൊണ്ട് മുഹിയദ്ദിമാല പാടാറുണ്ട് അല്ലേ? ഭക്ഷണം പാകം ചെയ്ത് മുഹിയദ്ദീമോൻ ഇത് ചൊല്ലാറുണ്ട്. അത് ചൊല്ലുമ്പോൾ എന്താണ് ഈ ചൊല്ലുന്നത്? ഇതിന്റെ ആശയം എന്താ, അർത്ഥം എന്താ? പലപ്പോഴും ചിന്തിക്കാറില്ല. മുഹിയദ്ദീൻ മൗലിദാകുമ്പോൾ അത് അറബിയിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാകൂല. ഇനി മുഹിയദ്ദീൻ മാലയാണെങ്കിലോ അത് കുറച്ചൊക്കെ തമിഴിന്റെ ചുവയും അതോടൊപ്പം ആ ദഫിന്റെ ശബ്ദവും പിന്നെ ഉണ്ടാക്കുന്ന അപ്പുറത്തെ ഭക്ഷണത്തിന്റെ മണവും എല്ലാം കൂടി ചേരുമ്പോൾ ഇത് എന്താ ചൊല്ലുന്നതെന്ന് ആരും ഒന്നും ചിന്തിക്കുന്നില്ല. എന്താ അതിൽ പറയുന്ന ചില വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അറിയോ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കാര്യം ഉദ്ദേശിച്ച് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. മുഹിയുദ്ദീൻ ശൈഖോ വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കിയിട്ട് ആകെന്ന് നാം ചൊൽകിൽ ആകും അതെന്നോവർ. ഒരു വസ്തുവിനെ നോക്കിയിട്ട് ആകൂന്ന് മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞാൽ ഉടനെ അത് ആകുന്ന, അത് വിശ്വസിച്ച് മുഹിയുദ്ദീമാല ചൊല്ലുന്ന മുസ്ലിമേ, ഇത് നിന്റെ പരലോകത്തിന് അപകടമാണ്. അതുകൊണ്ട് അത് മാറ്റിവെക്കണമെന്ന് പറയുന്നത്. അവ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പോലെ വേറെ അള്ള ഉണ്ട് എന്ന് പറയൽ മാത്രമല്ല, അത് ശിർക്ക് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ റബ്ബല്ലാത്തവരോട് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള കാര്യങ്ങളുണ്ട്, അതിന് അഭൗതികമായ കഴിവെന്ന് പറയാ. ലോകത്ത് എന്ത് നടക്കണമെങ്കിലും അള്ളാഹു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് കാര്യം നടക്കുക. എൻ്റെ അസുഖം മാറണമെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകണം, മരുന്ന് കഴിക്കണം, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കേൾക്കണം. ഈ കാരണങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അസുഖം മാറുക എന്ന കാര്യം നടക്കും. എന്നാൽ അതൊന്നുമില്ലാണ്ട് അള്ളാഹിനോട് പറഞ്ഞാലോ, അള്ളാഹ് വിചാരിച്ചാൽ എൻ്റെ അസുഖം മാറും. ആ റബ്ബിന്റെ സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. ഡോക്ടറുടെ സഹായം കാര്യകാരണ ബന്ധത്തിനകത്താണ്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് റബ്ബിനോട് സഹായം തേടിയാൽ അത് ഇബാദത്താണ്, ഡോക്ടറോട് സഹായം തേടിയാലോ അത് ഇബാദത്തല്ല. എന്തുകൊണ്ട്? ഡോക്ടർ എനിക്ക് മരുന്ന് കുറിച്ച് തരുന്നു, ആ മരുന്ന് ഞാൻ കഴിക്കുന്നു, ആ ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണം ഞാൻ ചിലതൊക്കെ മാറ്റിവെക്കുന്നു, ഭക്ഷണത്തിൽ ഒരു കുറവ് ഞാൻ വരുത്തുന്നു ഡോക്ടർമാർ പറഞ്ഞതുപോലെ, അപ്പോൾ എൻ്റെ അസുഖം മാറുന്നു. അതെന്തുകൊണ്ടാ? അത് കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം നടക്കല. അതുകൊണ്ട് ആ ഡോക്ടറോട് സഹായം തേടുകയും ചെയ്യാം. ഡോക്ടറെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒരു രോഗി പോയിട്ട്, അത് ആരാധനയല്ല, അത് പ്രാർത്ഥനയല്ല. എന്നാൽ റബ്ബെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അത് പ്രാർത്ഥനയാണ്. എന്നാൽ ഈ ഡോക്ടർ മരിച്ച് ആ ഡോക്ടറെ ഖബറിൻ്റെ അവിടെ പോയിട്ട് ഡോക്ടറെ വയറുവേദനയ്ക്കാണെന്ന് പറഞ്ഞാലോ ഡോക്ടർ മരുന്ന് എഴുതണില്ല, മരുന്ന് തരുന്നില്ല, മരുന്ന് കുടിക്കണില്ല, അതൊന്നുമില്ല, ഒരു കാരണങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. നമ്മുടെ മനസ്സിലെന്താ? ഡോക്ടർ കേൾക്കും, ഡോക്ടർ കാണും, ഡോക്ടർ അറിയും, ഡോക്ടർ വിചാരിച്ചാൽ എൻ്റെ അസുഖം മാറും. അപ്പോൾ അവിടെ എന്ത് വന്നു? അതിനാണ് അഭൗതികം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി എന്നെ സഹായിക്കുമെന്ന വിശ്വാസം വന്നു. അതിലൂടെ അവിടെ ഇബാദത്ത് സംഭവിച്ചു. അതിലൂടെ അത് ശിർക്കായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് 850 കൊല്ലം മുമ്പ് മരണപ്പെട്ട, ബഗ്ദാദിൽ മറമാടപ്പെട്ട മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചാൽ കേൾക്കില്ല, വിളിച്ചാൽ അറിയില്ല, ഉത്തരം നൽകുകയില്ല എന്ന് നമ്മൾ പറയുന്നത്. കാരണം അവർ മരണപ്പെട്ടവരാണ്, ഭൗതികമായ കാരണങ്ങളുമായുള്ള ബന്ധങ്ങൾ മുറിഞ്ഞവരാണ്. ഇനി അഭൗതികമായുള്ള സഹായം അത് റബ്ബിന് മാത്രമേ കഴിയൂ, ഒരു ശൈഖിനും ഈ ലോകത്ത് സാധ്യമല്ല. ഇതാണ് വിഷയം, ഇതാണ് വിഷയത്തിന്റെ കാതൽ, ഇതാണ് വിഷയത്തിന്റെ മർമ്മം. അപ്പൊ റബ്ബിനോട് പറയേണ്ട കാര്യങ്ങൾ, റബ്ബെ പുറത്തു തരണേ,
ഇതല്ലേ പ്രാർത്ഥന? അതല്ലേ വേണ്ടത്? നമുക്ക് പുറത്തു തരണം. ആര് പൊറുക്കണം? ഒരാൾ നമുക്ക് പുറത്തു തരണ്ട, അള്ളാഹ് മാത്രം പുറത്തു തന്നാൽ മതി. അപ്പൊ ആരോട് പറയണം? റബ്ബിനോട് പറയണം. ആ കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പുറത്തു തരണം. മരിച്ച ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുക. പുറത്തു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ തെറ്റ് ചെയ്തിട്ട് മാപ്പ് തരണം എന്ന് അയാളോട് പറയും. അതല്ല, ഞാൻ ചെയ്ത പാപങ്ങൾ മായ്ച്ചു തരണം, അത് മാപ്പാക്കി തരണം, എൻ്റെ പ്രയാസങ്ങൾ നീക്കി തരണം എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്ന ആവശ്യങ്ങളില്ലേ, അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അത് റബ്ബല്ലാത്തവരോട് നിർവഹിച്ചാലോ അത് അവരോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം അത് ശിർക്കുമാണ്. ആ ശിർക്ക് പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇവിടെ ഒന്നോ രണ്ടോ വചനങ്ങളിലല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ നീ റബ്ബിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ലുഖ്മാൻ തന്റെ മകന് കൊടുത്ത ഉപദേശമാണ്. സൂറത്തുൽ ലുഖ്മാൻ 13-ാമത്തെ ആയത്ത്. അല്ലാഹു നമ്മോട് പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം. അത് പറഞ്ഞ് നിർത്തിയില്ല. വലാ തുശ്രികൂ ബിഹി ശൈആ, ആ റബ്ബിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാനും പാടില്ല. ആരാധിച്ചത് കൊണ്ട് മാത്രമായില്ല, ശിർക്ക് നിർത്തും വേണം. അപ്പോഴേ ലാ ഇലാഹ പൂർത്തിയാവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലയിൽ അതുണ്ട്. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഒരു ശക്തിയുമില്ല. എന്തിന്? ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിർവഹിക്കാൻ ഒരു ശക്തിയും ഇല്ല. എല്ലാറ്റിനും മാറ്റിവെക്കണം. അപ്പൊ ആദ്യം ഒഴിവാക്കിയിട്ട് ഇല്ലല്ലാ, അല്ലാതെ. അപ്പൊ നോക്കി, നിങ്ങൾ അള്ളാഹിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളത് ഒഴിവാക്കുകയും വേണം. അപ്പോഴേ ഇസ്ലാം പരിപൂർണമാവുകയുള്ളൂ. അത് എന്താ അങ്ങനെ പറയാൻ കാരണം? മക്കയിലുണ്ടായിരുന്ന ആളുകൾ ഇബ്രാഹിം നബിയെ വിളിച്ചത്, ഇസ്മായിൽ നബിയാണ് വിളിച്ചത്. എല്ലാവർക്കും അറിയാത്ത, തർക്കമില്ലാത്ത കാര്യമാണ്. ലാത്തയെയാണ് വിളിച്ചത്, ഉസ്സയെയാണ് വിളിച്ചത്. നബി വരുമ്പോൾ മക്കത്ത് അങ്ങനെയാണല്ലോ. പരിസര പ്രദേശങ്ങൾ, കിസ്രയുടെയും അതേപോലെ കൈസറിന്റെയും സാമ്രാജ്യങ്ങൾ, അവിടെയുള്ള ജൂതന്മാരും നസ്വാറാക്കളും അവരാരെ വിളിച്ചത്? ചിലർ മൂസാ നബിയെ, മറ്റു ചിലർ ഉസൈർ നബിയെ, മറ്റു ചിലർ ഈസാ നബിയെ. അവരോടൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ പ്രത്യേകത? ആദ്യം ഈസാ നബിയെ മാറ്റിവെക്കണം ഇബാദത്തിന്റെ കാര്യത്തിൽ, ഉസൈർ നബിയെ മാറ്റിവെക്കണം, ഇബ്രാഹിം നബിയെ മാറ്റിവെക്കണം, ഇസ്മായിൽ നബിയെ മാറ്റിവെക്കണം, എന്നിട്ട് ഇല്ലല്ലാ, അള്ളാഹനെ മാത്രം സ്വീകരിക്കുക. അപ്പോഴേ ഇബാദത്ത് പൂർത്തിയാവുകയുള്ളൂ, തൗഹീദ് പൂർത്തിയാവുകയുള്ളൂ. ഇത് പറയുമ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾ അള്ളാഹുവിനെ ഒഴിവാക്കിയവരായിരുന്നില്ല. മഴ വർഷിപ്പിക്കുന്നത്, ആകാശങ്ങളെ പടച്ചത്, ഭൂമിയെ പടച്ചത്, റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. അതിനർത്ഥം അവർ തൗഹീദുള്ളവരാണ് എന്നല്ല. കാരണം ആരാധന മറ്റുള്ളവർക്ക് വേണ്ടി പോയിരുന്നു, മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അള്ളാഹിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിലേക്ക് പോകേണ്ടുന്ന വിഷയങ്ങൾ വേറെ ആരിലേക്കൊക്കെ പോകുന്നുണ്ടോ അവരെയൊക്കെ മാറ്റിവെക്കണം. നേർച്ച ആരാധനയാണ്. റബ്ബിന്റെ പേരിലെ നേർച്ച നേരാവൂ. ഓമാനൂർ ശുഹദാക്കളുടെ പേരിൽ നേർച്ച പാടില്ല, ബദരീകളുടെ പേരിൽ നേർച്ച പാടില്ല, മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ച പാടില്ല, ഇഫായ് ഷെയ്ഖിന്റെ പേരിൽ നേർച്ച പാടില്ല. എന്തുകൊണ്ട്? പണ്ട് ഇബ്രാഹിം നബിയുടെ പേരിൽ സത്യം ചെയ്തിരുന്ന, ലാത്തയുടെയും ഉസ്സയുടെയും പേരിൽ സത്യം ചെയ്തിരുന്ന മക്കത്തെ മുശ്രിക്കിനോട് പാടില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സത്യം ചെയ്യൽ ഇബാദത്താണ്. അത് റബ്ബിന്റെ പേരിൽ മാത്രമായിരിക്കണം. സുജൂദ് ഇബാദത്താണ്, അത് റബ്ബിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം. അതേപോലെ പ്രാർത്ഥന ഇബാദത്താണ്, റബ്ബിനോട് മാത്രമായിരിക്കണം. ഇതാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അവ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് സമൂഹത്തെ ഇസ്ലാം പഠിപ്പിച്ചു. ഖുൽ നബിയെ പറയുക, ഇന്നമാ ഉമിർതു, എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അഅ്ബുദല്ലാഹ, അല്ലാഹനെ ആരാധിക്കാനും, വലാ ഉശ്രിക ബിഹി, അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും. ഇബാദത്ത് വേണം, ശിർക്ക് വരാനും പാടില്ല. ഇത് അല്ലാഹന്റെ എന്നോടുള്ള കൽപ്പനയാണ്. അതേപോലെ തന്നെ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അത് പറഞ്ഞതോടൊപ്പം എന്തും പറഞ്ഞു, വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇത് വ്യക്തമാണല്ലോ സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ, അവർ നമുക്ക് മാതൃകയാണല്ലോ, ആർക്കും സംശയമല്ല. കാരണം അമ്പിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താ? ഉലൈകല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വന്നുബുവ്വ. അല്ലാഹു പ്രത്യേകം എടുത്തു പറയാൻ, നബിമാരാരാണ്? അവർക്ക് നാം വേദഗ്രന്ഥങ്ങൾ നൽകി, അവർക്ക് നാം വിജ്ഞാനം നൽകി, അവർക്ക് നാം പ്രവാചകത്വം നൽകി. ഒരു മഹത്വം പറഞ്ഞു. പിന്നെയോ ഉലൈകല്ലദീന ഹദല്ലാഹ്, അല്ലാഹ് ഹിദായത്ത് കൊടുത്തവരാണ് നബിമാര്. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹൃദയം നിങ്ങൾ പിൻപറ്റണം. സൂറത്ത് അൻആമിന്റെ 89 മുതലുള്ള ആയത്തുകളാണ്. എന്നും നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ആരുടെ മാർഗമാണ് ആ സിറാത്ത്?
ഏതാണ് ആ സിറാത്ത്? നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിൽ. ആരാ നീ അനുഗ്രഹം ചെയ്തവര്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. കോപത്തിന് അർഹരായവരല്ല, പിഴച്ചുപോയ ആളുകളുമല്ല, മറിച്ച് നീ അനുഗ്രഹം ചെയ്ത ആളുകളുണ്ടല്ലോ, അവരുടെ വഴിയിൽ റബ്ബേ എന്നെ നീ ചേർക്കണയെന്ന് ഇന്നും നമ്മൾ മഗ്രിബിൽ ഓതി. ഇശായിൽ ഇനി ഓതാൻ പോവുകയാണ്, സുബൈക്കും നമ്മൾ ഓതുന്നവരാണ്. ശരി, ആ നബിമാർ അവർ സിറാത്തിലാണല്ലോ, സിറാത്തുൽ മുസ്തഖീമിലാണല്ലോ, ഒരു സംശയമില്ല. അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ടത്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹ് അനുഗ്രഹം കൊടുത്തവർ ആരൊക്കെയാണ്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം എന്നും അല്ലാഹ് പറഞ്ഞല്ലോ. എന്താ അവരുടെ മാർഗം? ശരിക്കും പഠിക്കും. നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒരാൾക്കു മുമ്പിൽ പണയം വെക്കാതെ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ഖബറിലേക്ക് പോകുമ്പോൾ, എൻ്റെ മയ്യത്ത് കട്ടിൽ എന്നെ വഹിച്ചുകൊണ്ട് നാട്ടുകാർ പോകുമ്പോൾ, ആ ഖബറിൽ ഇറക്കി അവർ തിരിച്ചു പോകുമ്പോൾ ഒരു കമ്മിറ്റിയും കൂടെ ഇറങ്ങിക്കിടക്കുന്നില്ല. ഒരു മൗലവിയോ ഒരു ഉസ്താദോ ഒരു പണ്ഡിതനോ ഒരാളും എൻ്റെ കൂടെ ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുന്നില്ല. നാളെ റബ്ബിൻ്റെ ചോദ്യങ്ങൾ എന്നോട് ഉണ്ടാകുമ്പോൾ ഒരാളും എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്നില്ല. എങ്കിൽ എൻ്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്ന നിലയ്ക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ ആത്മാർത്ഥമായി ചിന്തിക്കിൻ. അല്ലാഹ് എന്താ പറഞ്ഞത്? നബിമാർക്ക് നാം വേദഗ്രന്ഥം കൊടുത്തു, അവർക്ക് നാം ഹിക്മത്ത് കൊടുത്തു, അവർക്ക് നാം നുബൂവത്ത് കൊടുത്തു. പിന്നെയോ അവർ ഹിദായത്തിലാണ്. ആ ഹിദായത്തിന് നിങ്ങൾ പിൻപറ്റണം. എന്താ അവരുടെ ഹിദായത്ത്? എന്താണ് അവരുടെ ഹിദായത്ത്? നമുക്ക് ഖുർആൻ എടുക്കാം, വേറെ അങ്ങോട്ടും പോണ്ട. നമ്മുടെ വിഷയം പ്രാർത്ഥനയാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് മാത്രം പരിശോധിക്കുക. ഒന്നാമത്തെ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പഴം തിന്നു. അല്ലാഹ് തിന്നരുതെന്ന് പറഞ്ഞിരുന്നു. അതൊരു പരീക്ഷണമാണ്, സംഭവിച്ചു പോയി. എന്താ അദ്ദേഹം ചെയ്തത്? ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയി. റബ്ബേ, നീ കരുണ കാണിച്ചില്ലെങ്കിൽ, റബ്ബേ നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. റബ്ബേ, ഒന്നാമത്തെ മനുഷ്യന്റെ പ്രാർത്ഥന റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഈ ലോകത്തെ അവസാനത്തെ മനുഷ്യൻ വരെയുമുള്ള ആളുകളുടെ പ്രാർത്ഥന റബ്ബന എന്നായിരിക്കണം. അപ്പൊ നമുക്കിനി വേണമെങ്കിൽ പറയാം, അതിപ്പോ ആദനബിക്ക് മുമ്പ് വേറെ മഹാത്മാക്കളൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ശരി, അടുത്ത പ്രവാചകനിലേക്ക് വരാം. നൂഹ് നബി, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് നൂഹിലെ 28-ാമത്തെ ആയത്ത്, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. റബ്ബി ഗ്ഫിർലി, റബ്ബേ പുറത്തു തരണമേ. എനിക്ക് മാത്രമല്ല, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ മുസ്ലിങ്ങളായി പ്രവേശിച്ചവർക്കും പിന്നെ എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ. നൂഹ് നബിയുടെ പ്രാർത്ഥന. എന്താ നൂഹ് നബി യാ ആദം എന്ന് വിളിക്കാഞ്ഞത്? യാ റസൂലല്ലാ എന്നുള്ള വിളി നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. യാ ഷെയ്ഖ്, യാ മുഹയ്യദ്ദീൻ നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. യാ റിഫായി എന്ന് വിളിക്കുന്നുണ്ടല്ലോ. പലരെയും വിളിക്കുന്നില്ലേ? എന്തേ നൂഹ് നബി യാ ആദം എന്ന വിളി വിളിക്കാഞ്ഞത്? നബിമാർ പറഞ്ഞ ആദർശം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? എത്ര പ്രയാസപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും ഇതിന്റെ പേരിൽ എത്ര പണം ചെലവഴിച്ചാലും ഞങ്ങൾ പറയുന്ന ആദർശം അമ്പിയാക്കന്മാർ പറഞ്ഞ ആദർശമാണെന്ന ഉറച്ച വിശ്വാസവും ആ ഒരു മനക്കരുത്തും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് എത്ര കുറച്ചാളുകളാണെങ്കിലും ഈ ആദർശം ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു സന്തോഷത്തോട് കൂടിയിട്ട്. ഇത് പറയുമ്പോൾ അഭിമാനമേ ഉള്ളൂ, ഇത് എത്ര പറഞ്ഞാലും സന്തോഷമേ ഉള്ളൂ. നോക്കൂ സഹോദരങ്ങളെ, അടുത്ത ഒരു പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ ഇബ്രാഹിം നബി? ആരാ ഇബ്രാഹിം നബി? അല്ലാഹ് പറഞ്ഞു, വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബിയുടെ മാർഗം ഒഴിവാക്കുന്നവൻ പൊട്ടനാണ്. വിഡ്ഢിയായവന് ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ മാർഗത്തെ ഒഴിവാക്കുകയുള്ളൂ, അതുകൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു, വത്തബിഉ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. അല്ലാഹ് പറഞ്ഞു, ഇബ്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല. ഇബ്രാഹിം നബി അല്ലാഹ് മിത്രമായി സ്വീകരിച്ചു. അല്ലാഹ് പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫ. കരാറുകൾ പാലിച്ച ഇബ്രാഹിം. ഇബ്രാഹിമു റബ്ബഹു ഫഅതമ്മഹുന്ന. ചില വചനങ്ങൾ കൊണ്ട് അല്ലാഹ് പരീക്ഷിച്ചപ്പോൾ അതൊക്കെ പൂർത്തിയാക്കി ഇബ്രാഹിം. ഇങ്ങനെ എല്ലാ മഹത്വങ്ങളും എല്ലാ സർട്ടിഫിക്കറ്റുകളും അല്ലാഹ് കൊടുത്ത പ്രവാചകനാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകന്റെ പ്രാർത്ഥന എന്താ? നൂഹ് നബിയെ എന്നാണോ? എങ്കിൽ ഉസ്താദ് പറഞ്ഞത് ശരിയാ, മുഹമ്മദ് നബിയെ നമുക്ക് വിളിക്കാം. എന്തേ? ഇബ്രാഹിം നബി നൂഹ് നബിയെ എന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നബി ആദം നബിയെ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ. നമുക്ക് പറ്റിയ വലിയ അപകടം എന്താണെന്നറിയോ? നമ്മളെ ഖുർആൻ പഠിച്ചില്ല എന്നുള്ളതാ. അള്ളാഹുവിൻ്റെ കലാം സൂറത്തുൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു തവണയെങ്കിലും അർത്ഥം വായിച്ച് എത്ര പേര് ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ട്? നമ്മുടെ വെളിച്ചത്തിൻ്റെ ഗ്രന്ഥം, നമ്മുടെ ഹിദായത്തിൻ്റെ ഗ്രന്ഥം, നമ്മുടെ പള്ളികളിൽ ഖുർആൻ പരിഭാഷ ഉണ്ടോ? വെക്കൂല ഉസ്താദുമാർ. ഇത് അവർക്ക് പ്രശ്നമാണ്. ഞാൻ ചീത്ത പറയല്ല, ആക്ഷേപിച്ച് പറയല്ല, ഉള്ള വസ്തുത പറയാ.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരു പള്ളി ഉണ്ടാക്കി ആദ്യം പരിഭാഷ കൊണ്ടുപോയി വെക്കും. എന്താണെന്നറിയോ? ജനങ്ങൾ വായിച്ച് അവർ പഠിക്കട്ടെ ഖുർആൻ, അവർ ഉത്ബുദ്ധരാകണം. കാരണം നമുക്ക് അവരാരും ചൂഷണം ചെയ്യാനൊന്നുമില്ല. അവർക്ക് നമ്മളുള്ള ദീന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ സമസ്തയുടെ പള്ളികളിൽ ഏതെങ്കിലും പള്ളികളിൽ ഖുർആന്റെ പരിഭാഷ ഉണ്ടോ? അമാനി മൗലവിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരുപാട് പരിഭാഷകൾ വേറെയുണ്ടല്ലോ. ടി കെ അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്, കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്, മാട്ടൂരിന്റെ പരിഭാഷയുണ്ട്, നമ്മുടെ ഇയാളുടെ മൂത്താടത്തിന്റെ പരിഭാഷയുണ്ട്. ഏതെങ്കിലും ഒരു പരിഭാഷ നമ്മുടെ സമസ്തയിലെ പള്ളികളിൽ കൊണ്ടുവന്ന് വെക്കട്ടെ, സാധാരണക്കാർ വായിക്കട്ടെ. അത് ചെയ്യൂല. കാരണം അവരിങ്ങനെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ചില സംഗതികളൊക്കെ നിന്നുപോകും. ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരും. അപ്പൊ ജനങ്ങൾ അറിയരുത്, പഠിക്കരുത് എന്ന നിലയ്ക്ക് ചിലതൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, അവനവന്റെ പരലോകം നോക്കണം. ആ ഖുർആൻ ഒന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി മനസ്സിലാക്കിയാൽ നമ്മുടെ പോക്കറ്റും സുരക്ഷിതമാകും, പരലോകം സുരക്ഷിതമാകും. ആർക്കും നമ്മളെ പറ്റിക്കാൻ കഴിയില്ല. അള്ളാഹുവിനുള്ള തവക്കലും അള്ളാഹുവിനുള്ള ഈമാനും ഇതൊക്കെ ശരിക്കും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മളെ പലരും പറ്റിക്കുന്നത്. ഒരു വീടുണ്ടാക്കി, ആ വീടിന്റെ മുകളിൽ വലിയ ബോർഡ് വെച്ചു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, അല്ലേ, തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ കാണാം, വലിയ ബോർഡ്, ഭംഗിയുള്ള ബോർഡ്. എന്നാൽ വീടിന് ചുറ്റും നടന്നാലോ കാണാ മൂലയിൽ ഹുക്കിലൊരു കുപ്പി. ആ കുപ്പി എന്തിനാ? അവിടെ ഹാദാ മിൻ ഫദ്ലി റബ്ബി ഉണ്ടെങ്കിൽ, തവക്കൽതു അലല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ ഈ കുപ്പി? ഇത് വെറുതെ കുപ്പി വെച്ചതാ? പെരന്റെ അകത്ത് കുപ്പി വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഹുക്കിൽ കെട്ടി തൂക്കിയതാ? അല്ല, അത് ഉസ്താദ് തന്ന കുപ്പിയാണ്. ഉസ്താദിന് കുപ്പി കച്ചവടമുണ്ടോ? ഇല്ല. പക്ഷേ ആ കുപ്പി വെച്ചത് എന്തിനാ? വീട്ടിൽ ഷർറ് വരരുത്, വീട്ടിൽ അപകടം വരരുത്, വീട്ടിൽ കള്ളം വരരുത്, വീടിന് പ്രയാസങ്ങൾ ഉണ്ടാകരുത്, കടബാധ്യത ഉണ്ടാകരുത്. എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ കടത്തുമ്മ കടം വാങ്ങി 5000 റുപ്യ ഉസ്താദിന് കൊടുത്തിട്ട് ഒരു കുപ്പി അവിടെ കൊടുന്ന് വെച്ച്, അല്ലേ? വീട്ടിന്റെ അടുക്കളയുടെ മൂലയിൽ ഒരു ചെമ്പിന്റെ തകിട്, വീടിന്റെ മുറ്റത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു കോഴിമുട്ട, വീടിന്റെ മുമ്പിലെ ചുമരിൽ ചില പേരുകള്, അവിടെ ഒരു വാള്, അങ്ങോട്ടും ഒരു വാള്, ഇങ്ങോട്ടും കുറെ ചന്ദനക്കലയും വേറെ കുറെ ചിത്രങ്ങളും വേറെ കുറെ നമ്പറുകളും. എന്താ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാ. ഇതാ വീടുണ്ടാക്കി, അവിടെ ഒരാൾ വരികയാണ്, അടുക്കള ഇങ്ങോട്ട് മാറ്റണം, അടുക്കള ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പ്രശ്നം വരും. ആരെ പറഞ്ഞ്? നാളെ വരുന്ന പ്രശ്നങ്ങൾ ലോകത്ത് റബ്ബിനല്ലാതെ ആർക്കാണ് അറിയാം? മാ അസാബക്കും മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. എന്ത് മുസീബത്ത് ബാധിച്ചാലും അള്ളാന്റെ അനുമതി വേണം, അള്ളാന്റെ രേഖ വേണം. അത് റബ്ബിനെ നാളെ എന്താണെന്ന് അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്ത് സമ്പാദിക്കും, എന്ത് പ്രവർത്തിക്കും അല്ലാഹ്ക്കേ അറിയൂ. ഈ വീടിന്റെ അടുക്കള എങ്ങട്ടായാല് നിങ്ങൾക്ക് വീട്ടിൽ ദുരിതം വരാനുണ്ട്, അതുകൊണ്ട് മാറ്റണം. എത്രയെത്ര പാവങ്ങൾ കടം വാങ്ങിയുണ്ടാക്കിയ വീടിന്റെ മൂല പൊളിച്ച് അപ്പുറത്തേക്ക് അടുക്കള മാറ്റിയിട്ടുണ്ട്. എന്തേ കാരണം? അത് ആ തങ്ങൾ പറഞ്ഞതാ, അത് ഈ ഉസ്താദ് പറഞ്ഞതാ, അത് ആ മൊയ്ലേര് പറഞ്ഞതാ. എന്തുകൊണ്ട് അവരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെന്നറിയോ? ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, ഹദീസ് പഠിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം ഖുർആൻ, പഠിക്കണം ഹദീസുകൾ. ഞാൻ വിഷയം മാറിപ്പോകല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്താ? 3-4 സ്ഥലങ്ങളിൽ ഒന്നിച്ച് അല്ലാഹു തആല പറയാണ്. അതാ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക. ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബേ നീ സ്വീകരിക്കണേ, റബ്ബേ ഞങ്ങളെ മുസ്ലിങ്ങളാക്കി ജീവിപ്പിക്കണേ, റബ്ബേ ഈ നാട്ടിൽ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? അദ്ദേഹം റബ്ബേ എന്ന് മാത്രമല്ലേ വിളിച്ചത്? അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ വാദമാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരുടെ കൂടെ എത്ര കാലം നടക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് ആലോചിച്ചോളയും. ഇബ്രാഹിം നബി റബ്ബനാന്ന് മാത്രമല്ലേ വിളിച്ചത്? അള്ളാഹ് എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി പഴച്ചുപോയി. പറഞ്ഞോ ഇബ്രാഹിം നബി പുത്തവാദിയാണെന്ന്? പറഞ്ഞോ? ഇല്ല. അള്ളാഹ് പറഞ്ഞത് എന്താ? വഇന്നഹു ഫിൽ ആഖിറതി മിനസ് സ്വാലിഹീൻ. അദ്ദേഹം പരലോകത്ത് സ്വാലിഹാണ്. എന്തേ സ്വാലിഹാകാൻ കാരണം? നൂഹ് നബിയെ വിളിച്ചിട്ടില്ല, ഇദ്രീസ് നബിയെ വിളിച്ചിട്ടില്ല, ആദം നബിയെ വിളിച്ചിട്ടില്ല, റബ്ബനാ എന്ന് മാത്രമാണ് വിളിച്ചത്. മനസ്സിലായോ ഖുർആൻ എന്താ പറഞ്ഞത്? അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ പറയുന്നത്. ശരി, മക്കളില്ലാത്ത പ്രവാചകൻ ജക്കരിയ നബി, ആ നബിക്ക് മുമ്പ് ഒരുപാട് നബിമാർ കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല, വാർദ്ധക്യത്തിന് അങ്ങേയറ്റം വരെ. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർറഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. റബ്ബേ എൻ്റെ തല നിറച്ചു, എല്ലുകളൊക്കെ ദുർബലമായി എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ വയ്യ, അങ്ങനത്തെ പ്രായത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ, റബ്ബേ നിന്നോടുള്ള ദുആ കൊണ്ട് ഞാനൊരിക്കലും ദൗർഭാഗ്യവാനല്ല, ഞാനൊരിക്കലും നിരാശനായിട്ടില്ല.
ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. റബ്ബേ, നിന്നിൽ നിന്ന് എനിക്കൊരു സഹായിയെ നൽകണേ. എന്തിനാണ് ആ സഹായി? യരിസുനി വയരിസു മിൻ ആലി യാഖൂബ. ഞാനും യാക്കൂബ് നബിയും ഒക്കെ പഠിപ്പിച്ച ദീനിന്റെ ആദർശം അത് ഏറ്റെടുത്ത് പറയാനൊരു പിൻഗാമി വേണം. നമ്മളും ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ വേണ്ടൊരു വാക്ക, റബ്ബേ, ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഈ ദഅവത്ത്, ഞങ്ങൾ പറയുന്ന ഈ തൗഹീദ് ഇതേപോലെ ജനങ്ങളോട് പറയാനും മനസ്സും അതേപോലെ അറിവും കഴിവുമുള്ള നല്ല പണ്ഡിതന്മാരായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ ഉൾപ്പെടുത്തുക. ആ നബിന്റെ പ്രാർത്ഥനയാണത്. അത് ആരോടാ? അതാ പഠിക്കേണ്ടത് അല്ലേ? പുത്തരിപ്പാടത്ത് പോയി അവിടെ ഒരു മരത്തിന്റെ വള്ളിയുടെ മുമ്പിൽ പോയി കൈനീട്ടി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രത്യേകതയാ മരത്തിന്റെ വള്ളിക്കുള്ളത്? ആ മരത്തിന്റെ വള്ളിയിലല്ലേ തൊട്ടിൽ കെട്ടുന്നത്? മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ പലരും പോകുന്നില്ലേ അവിടെ? മമ്പുറത്തൊരു മരമുണ്ട്. ആ മരം കെട്ടിപ്പിടിച്ചാൽ ഗർഭിണിയല്ലാത്ത സ്ത്രീകൾ ഗർഭം ധരിക്കുമെന്ന് വിശ്വാസം. പണ്ട് മക്കയിലുണ്ടായിരുന്നു ഒരു മരം, അത് കെട്ടിപ്പിടിച്ചാൽ അവർ ഗർഭം ധരിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. പിന്നീട് അത് പൊളിച്ചു മാറ്റപ്പെട്ടു. ആ മരം അത് പിഴുതെറിയപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിലൂടെ. ചുരുക്കുകളുടെ ആവർത്തനമാണ്. ആലോചിക്കുന്ന നബിമാരെന്താ ചെയ്തത്? ഏതെങ്കിലും മഖബറയിൽ പോയോ? അല്ലെങ്കിൽ അവിടെ കൊണ്ട് എന്തെങ്കിലും നേർച്ച വഴിപാടുകൾ ആ മഖബറിന്റെ പേരിൽ ചെയ്തോ? ഷെയ്ഖിന്റെ പേരിലൊരു നേർച്ച, ഷെയ്ഖിന്റെ പേരിലൊരു കോടി, ഷെയ്ഖിന് വേണ്ടി ഒരു മൗലിദ് സംഘടിപ്പിച്ചോ? ഇല്ല. റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് കാണാവ സക്കരിയ, നിങ്ങൾ സക്കരിയ നബിയെ ഓർക്കണേ. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്നെ റബ്ബിനെ വിളിച്ച സന്ദർഭം. റബ്ബിലാ തദറിനി ഫർദാ, റബ്ബേ നീ എന്നെ ഒറ്റയ്ക്ക് വിടരുതേ. വഅൻത ഖൈറുൽ വാരിസീൻ, ഏറ്റവും നല്ല അനന്തരവന്മാരെ നൽകുന്നവനാണ് നീ കഴിവുള്ളവനാണ്. എനിക്ക് മക്കളെ നൽകണേ. നിരാശയില്ലാതെ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് മാതൃകയാണ്. അള്ളാഹ് പറഞ്ഞ എന്താ? ഫബിഹുദാഹു മുഖ്തദി, അവരെ മാർഗം പിൻപറ്റ്. ഇതാ രോഗം ബാധിച്ച അയ്യൂബ് നബി, നിസ്സാരമായ ചെറിയ രോഗമൊന്നുമല്ല, 18 വർഷത്തോളം മാരകമായ രോഗം ബാധിച്ചു. കൈ ഇങ്ങനെ കുടഞ്ഞാൽ ആ കയ്യിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ പിന്നെ ഒരു മാംസകഷ്ണം താഴോട്ട് ചാടും, പുഴുക്കൾ താഴോട്ട് വീഴും. അങ്ങനത്തെ മാരകമായ രോഗം. കുടുംബം വിട്ടേച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ കൂടെ ഭാര്യ മാത്രം നിന്നു. അവസാനം വരെയും അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഒരൈക്കല്ല് എവിടെയെങ്കിലും കിട്ടുമോ നോക്കിയോ? നമ്മുടെയൊക്കെ വിശ്വാസം എന്തുമല? അരയിലൊരു ഒരു ഐക്കല്ല്, ചിലപ്പോൾ ഒരു ഗൂഡ്സ് വണ്ടി പോലെ 5-6 ഉണ്ടാവും, കണ്ടൻസർ ഇങ്ങനെ വരിക്ക് അല്ലേ? അതിലല്ലേ തവക്കുല്? ഞാൻ ചോദിക്കട്ടെ, അതിനുള്ളിൽ എന്താ? ആ ഐക്കല്ലിൻ്റെ ഉള്ളിൽ എന്താണ്? എന്താ പറയാ? അതിനുള്ളിൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നുകിൽ നിങ്ങൾ എന്താ പറയാ, അത് ആയത്താണ്, ഹദീസാണ്, ദുആയാണ്, ഖുൽ റബ്ബിനാസാണ്, ഖുൽ റബ്ബിൽ ഫലഖാണ്. അങ്ങനെ പലതും എഴുതി മടക്കി വെച്ചിരിക്കുക ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ ചോദിക്കട്ടെ, പോക്കറ്റിൽ ആയത്ത് എഴുതിയ ഒരു കടലാസ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചിട്ടല്ലേ കക്കുസുക്ക് പോവുക? അല്ലേ? പോക്കറ്റിൽ ആയത്തോ ഹദീസോ എഴുതിയ കടലാസിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ, ബിസ്മി എഴുതിയൊരു കഷ്ണം കടലാസ് പോക്കറ്റിലുണ്ടെങ്കിൽ അത് വെച്ച് കക്കുസ് പോയിരിക്കുമോ? അത് പുറത്ത് വെച്ചിട്ടാണ് പോവുക. ഈ ആയത്ത് അരയിൽ കെട്ടിയിട്ട് എത്ര കാലങ്ങൾ മൂത്രമൊഴിച്ചു? എത്ര കാലം നിങ്ങൾ കക്കുസ് പോയിരുന്നു? അള്ളാഹിൻ്റെ കലാമിനോടും പ്രവാചകന്റെ ഹദീസിനോടും കാണിക്കുന്ന നിന്ദ്യത ഇതിനേക്കാൾ വലുതിന് വേറെന്താ ഉള്ളത്? അതൊന്ന്. ഇനി അല്ല അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിലോ പിന്നെ എന്തിനാ അതും പേറി നടക്കുന്നത്? അങ്ങാടിയിൽ പോയാൽ കാണാം ചില കടകളിലൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ ഐക്കല്ല്. അതിലൊന്നും നിങ്ങൾ വാങ്ങി വന്നതല്ലല്ലോ? അല്ല, അതിലൊന്ന് വാങ്ങി ഇങ്ങോട്ട് പള്ളിയിൽ പോയി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി അവിടെ ഉസ്താദിനെ കണ്ട് ഉസ്താദ് ചിലതൊക്കെ ചെയ്തിട്ട് അത് ഉസ്താദ് തന്നിട്ട് അത് കെട്ടി തന്നപ്പോൾ നമ്മുടെ അസുഖം മാറുമെന്ന വിശ്വാസം വന്നു. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ഐക്കല്ല് കെട്ടിയാൽ ശിർക്ക് ചെയ്തു. ശിർക്ക് പലതരമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ രോഗം ബാധിച്ച അയ്യൂബ് നബിയോ അതല്ലെങ്കിൽ മക്കളില്ലാതെ കഷ്ടപ്പെട്ട മറ്റു പ്രവാചകന്മാരോ അവരാരും ഇങ്ങനെ ഒരു ഐക്കല്ലോ ഏലസോ ഉറുക്കോ തകിടോ ചീട്ടുകളോ തേടിപ്പോയിട്ടില്ല. അവർ റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഫബിഹുദാഹു മുഖ്തദി, ആ നബിമാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. മത്സ്യത്തിന്റെ അവയത്തിൽ അകപ്പെട്ട പ്രവാചകൻ ളുലുമാത്തുകളിലാണ്, ഇരുട്ടുകളിലാണ്. മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, കടലിന്റെ ആഴിയുടെ ഇരുട്ട്. അങ്ങോട്ട് മത്സ്യം പോയി. വനാദാ ഫിൽ ളുലുമാത്ത്, ആ ളുലുമാത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബേ നീ അല്ലാതെ ഇലാഹില്ല. നമ്മളോ വമയ്യുനാദി ഇസ്മി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സ്വർമൻ ലി ഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി.
1000 തവണ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ശ്രദ്ധയും ഒഴിവാക്കിക്കൊണ്ട് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ ശൈഖിനെ 1000 തവണ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ, ഞാൻ വളരെ പെട്ടെന്ന് ഉത്തരം കൊടുക്കും, അതുകൊണ്ട് വിളിച്ചോ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ ശൈഖേ. അതാ ഖുതുബിയത്ത് അല്ലേ? അപ്പൊ എത്ര വട്ടം വിളിക്കേണ്ടത്? 1000 വട്ടം. എങ്ങനെ വിളിക്കേണ്ടത്? ഒറ്റയ്ക്കിരുന്നിട്ട്. അപ്പൊ അതിനുള്ള കുതന്ത്രമാണ് ഇപ്പൊ എന്ത്? ഒറ്റയ്ക്കിരുന്ന് ഇപ്പൊ ഇങ്ങനെ ഒരാൾ 1000 വട്ടം മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഇവിടെ ചോറൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ നടക്കും വേണം. അതിനാണ് ലൈറ്റ് ഓഫ് ആക്കുന്നത്. അപ്പൊ ഒറ്റക്കായില്ലേ? അങ്ങനെ ഇരുട്ടത്ത് നിന്നിട്ട് ഒരാൾക്ക് തന്നെ 1000 തവണ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പാണ് ഓരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓഹരി വെച്ച് വിളക്കണച്ച് ആ ഖുതുബിയത്തിന്റെ സന്ദർഭത്തിൽ എണീറ്റ് നിന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ, യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോൾ സഹോദര, നമ്മുടെ ഒരു പിതാവ്, നമ്മുടെ നേതാവ് യൂനുസ് നബി ഒരു ഇരുട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബേ, പാപം ചെയ്തു പോയി, ഞാൻ അക്രമിയാണ്, നീ പരിശുദ്ധവാനാണ്, നീ അല്ലാതെ ഇലാഹില്ല. ആ വാക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മത്സ്യം പുറത്തേക്ക് വന്നു, ഒരു ഭാഗത്ത് തുപ്പിക്കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ അവിടെയാ പിന്നെ വളർത്തിയത്. അവിടെ പച്ചക്കറിയും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം അവിടെ ദഅവത്ത് നടത്തിയതാ. എന്തിനാണ് നബിമാരുടെ കഥ പഠിപ്പിച്ചത്? അവിടെ പച്ചക്കറി ഉണ്ടായ കഥ പഠിക്കാനല്ല, അവരുടെ ദഅവത്തിന്റെ കാതലായ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടാ. പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവർ എന്ത് ചെയ്തു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ മൂസാ നബിനെ കുറിച്ച് അറിയില്ലേ? നാട് വിട്ടു പോകുക അദ്ദേഹം. അതായത് കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹം ഇടിച്ചപ്പോൾ മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഫിറഔന് മൂസാ നബിയെ പിടിക്കാനുള്ള ഓർഡർ കൊടുത്തു. മൂസാ നബിയോട് സ്നേഹമുള്ള ഒരാൾ പറഞ്ഞു, ദാ ഫിറഔനും സൈന്യം ഇറങ്ങിയിട്ടുണ്ട്, നാട് വിട്ടോളേ. അദ്ദേഹം പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കിണർ കണ്ടു. അവിടെ കുറേ ആടുകൾ, 2 പെൺകുട്ടികൾ. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ ഇവരൊക്കെ ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ടേ ഞങ്ങൾക്ക് വെള്ളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മൂസാ നബി കുറച്ച് ശക്തിയും പവറൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് നേരത്തെ ഒറ്റയടിക്ക് മറ്റത് കാലിയായത്. കൊട്ടാരത്തിലാണ് വളർന്നത്. ആ പവർ ആർക്കുണ്ട്? മൂസാ നബിക്കുണ്ട്. മൂസാ നബി ചെന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേഗം വെള്ളം കോരിയിട്ട് ഈ കുട്ടികൾക്ക് കൊടുത്തു. അവരാടുകൾക്ക് വെള്ളം കൊടുത്തു. അവരങ്ങോട്ട് പോയി. പിന്നെ ഖുർആൻ പറയാ, മൂസാ നബി തൊട്ടടുത്ത് കാണുന്ന ഒരു മരത്തിന് ചുവട്ടിൽ പോയിട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? റബ്ബി ബിമാ അൻസൽത റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഒറ്റപ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റപ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത്? റബ്ബേ, നീ എന്ത് ഖൈർ ഇറക്കിയാലും ആ ഖൈറിലേക്കെല്ലാം ഞാൻ ആവശ്യമുള്ളവനാണ്. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മരുഭൂമിയിൽ മരത്തിന് ചുവട്ടിൽ ആ മൂസാ നബിയുടെ പ്രാർത്ഥന അള്ളാഹ് അതും സ്വീകരിച്ചു അല്ലേ? ഒറ്റക്കായ ആ പ്രവാചി എന്ത് ഖൈർ ഇറക്കിയാലും ഒക്കെ ആവശ്യമുണ്ട് റബ്ബേ എന്നാ പ്രാർത്ഥിച്ചത്. എന്തൊക്കെ ഖൈർ അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹം യുവാവാണ്, ഭാര്യ വേണം. നേരെ അവിടെ പോയി ഷുഐബ് നബിൻ്റെ അടുത്തേക്ക്. അവിടുന്ന് മകളെ കിട്ടി, കല്യാണം കഴിച്ച്. ചെറുപ്പക്കാരനാണ്, ജോലി വേണം, ആടിനെ നോക്കണം, ജോലിയും കിട്ടി. വീട് വേണം, താമസം വേണം, അതും അവിടെ കിട്ടി, ഒക്കെ കിട്ടി. 8 കൊല്ലം അവിടെ താമസിച്ച് പിന്നെ മിസ്രിലേക്ക് തിരിച്ചു പോരുക. അത് മൂസാ നബിയുടെ കഥ കണ്ടോ? അള്ളാഹ് കൂടണ്ട്. അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്താൽ. അതല്ലെങ്കിലോ നിർഭയത്വമില്ല, സമാധാനമില്ല. ആ ഐക്കല്ലിൽ കുറേ അഭയം, ഏലസിന് കുറേ, അതിനുവേണ്ടി കുറേ പൈസ, പിന്നെ അവിടെ കുറേ കൊടുത്ത്, ഇവിടെ കുറേ കൊടുത്ത്. അപ്പം അവസാനം അമ്മാവൻ പറഞ്ഞു അവിടെ നിന്ന് പോയി നോക്കിയെന്ന്. അവിടെയും പോയി. അങ്ങനെ എല്ലാ മക്ബറകളും, ഈ ഒരു മക്ബറയും കയറി ഇറങ്ങാൻ വാക്കില്ല. അവസാനം ഭ്രാന്തായിട്ട് അജ്മീർ പോയിരിക്കുക, അല്ലെങ്കിൽ ഏറുവാടി പോയിരിക്കുകയാണ്. ചിലർ തിരിച്ചു വരുന്ന തന്നെ ഇല്ല. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെയാ. അള്ളാഹുവിൽ പങ്കുചേർത്ത ഒരാൾ അവൻ നിർഭയത്വമില്ല, അവന് രക്ഷയില്ല. അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാ. പക്ഷികൾ റാഞ്ചിയെടുക്കുമോ? പറയാൻ പറ്റില്ല. കാറ്റ് അവനെ വിദൂരത്ത് കൊണ്ടുപോയി തള്ളുമോ? പറയാൻ പറ്റൂല. എന്താകും അവൻ്റെ ഗതി, ദുർഗതി? പറയാൻ പറ്റില്ല. എന്നാൽ തൗഹീദുള്ളവനാണോ? ഒന്നും പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും അള്ളാഹിൻ്റെ തീരുമാനം സംഭവിക്കുള്ളൂ. ആ റബ്ബിനെ തവക്കുല്. എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അത് റബ്ബിൻ്റെ തീരുമാനമാണ്. ആ റബ്ബിനെ തവക്കുല്. അതല്ലേ റബ്ബ് നമ്മോട് ചോദിച്ചത്? നിങ്ങൾക്ക് തവക്കുൽ ചെയ്യാനും പ്രാർത്ഥിക്കാനും പരമേൽപ്പിക്കാനും പ്രതീക്ഷ അർപ്പിക്കാനും സന്തോഷിക്കാനും പേടിക്കാനും എന്ത് കാര്യത്തിനും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമക്ക് അല്ല പോരെ, അല്ല പോരെ ചോദിക്കുമ്പോൾ പോരാ. ഐക്കല്ലും വേണം, പോരാ ഏലസും വേണം, പോരാ ബദ്രീങ്ങളുടെ പേര് കെട്ടിത്തൂക്കണം. അതൊന്നും പോരാ. മമ്പുറത്ത് പോയി അവിടെ നിന്ന് ഒരു പച്ച കഷ്ണം വാങ്ങിയിട്ട് എൻ്റെ ബൈക്കിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ കെട്ടണം, പിന്നെ അല്ലെങ്കിൽ കാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ കെട്ടിത്തൂക്കണം. ഇതൊക്കെയല്ലേ നമ്മുടെ വിശ്വാസം. ചിലരെ ബൈക്കുമ്മ കാണൊരു പച്ച കഷ്ണം, ചിലരെ കാറുമ്മ കാണൊരു പച്ച കഷ്ണം. എന്തിനാ ഈ പച്ച? ഭംഗിക്ക് കൊടുത്തതാ? അല്ല, അത് മമ്പുറത്തുനിന്ന് തന്നതാ. ഈ കാറാരാ തന്ന സഹോദര? ഈ അടുത്ത് ഒരു പ്രസംഗം കേട്ടു. എന്താ? ഇവിടെ നമുക്ക് എന്ത് നിയമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം CM മടവൂരിൽ നിന്നാണ്. ഇനി എന്ത് കിട്ടാനുണ്ടെങ്കിലും ഒക്കെ CM മടവൂരിൽ നിന്നാണ്.
ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ഫദ്ലുകളും CM മടവൂരിൽ നിന്നാണ്. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനേക്കാളിലും വലുതായി ചില ആളുകളെ ചിത്രീകരിച്ച് അവരുടെ പേരിലുള്ള മാലയിലേക്കും മൗലീദിലേക്കും ആ ജാറത്തിലേക്കും മക്ബറയിലേക്കും മാളയുണ്ടാക്കി അതൊരു കച്ചവടമാക്കി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ചില ആളുകൾ കൊണ്ടു നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ പരലോകം ആലോചിക്കും എന്നേ പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ നബിമാരും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഏത് റബ്ബിനോടാണോ ആ റബ്ബിൽ തന്നെ തവക്കുലും വേണ്ടത്. നമുക്ക് റബ്ബ് വീട് തന്നു, റബ്ബ് അനുഗ്രഹമായിട്ട് കാറ് തന്നു. ഇനി ആ കാറിന് അപകടം വരാതെ ദോഷം വരാതെ കാക്കേണ്ടതാരാ? അള്ളാഹ് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, റബ്ബിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞോ, അത് മതി. നിനക്കത് മതിയായതാണ്. റബ്ബിന് സംരക്ഷണം നിനക്കുണ്ടാകും. ആ വാഹനത്തിൽ കയറുമ്പോൾ പറഞ്ഞോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്കിതൊന്നും ചൊല്ലാനും പഠിക്കാനും ഒന്നിനും നേരമില്ല. നമ്മളവിടെ നൂല് കെട്ടിയിട്ടുണ്ട്, എല്ലാം റെഡിയായി. കാരണം ഷെയ്ഖ് നോക്കിക്കോളും, അല്ലെങ്കിൽ ആ ഖബറിൽ ആൾ നോക്കിക്കോളും. തവക്കുൽ എവിടെയാ? ഈമാൻ എവിടെയാ? പ്രതീക്ഷ എവിടെയാ? ഭയം എവിടെയാ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ അതിൻ്റെ ആശയത്തിലേക്ക്, വസ്തുതയിലേക്ക് നമ്മളാരും വന്നിട്ടില്ല എന്ന് പറയാനുള്ള കാരണം. ശരി സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിൽ നബിമാരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ആ ഖുർആനിൽ അള്ളാഹു നബിമാരെ കുറിച്ച് മാത്രമല്ല കുറേ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ കുറേ ഔലിയാക്കളുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഔലിയാക്കളല്ല, യഥാർത്ഥ ഔലിയാക്കൾ, ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ. അവരുടെ പ്രാർത്ഥനയും ഖുർആനിലുണ്ട്. സൂറത്ത് യാസീനിൽ 3 ആളുകളെ ഒരു നാട്ടിലേക്ക് നബിമാരെ അയച്ചപ്പോൾ ആ നബിമാരെ നാട്ടുകാർ തള്ളിക്കളഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ നബിമാരെ പിൻപറ്റണം. ആ നബിമാര് പറയുന്നത് എന്താണ്? ദാ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാനല്ലേ, ആ റബ്ബിനോടല്ലാതെ ഞാനൊരാളോട് ദുആ ചെയ്യൂല. കണ്ടോ, ഔലിയ, അതാണ് വലിയ. ഓരോ സംഭവങ്ങളിലും അള്ളാഹ് ഔലിയാക്കന്മാരെ കഥ പറയുന്നുണ്ട്. അവരിലൂടെയും അള്ളാഹു പഠിപ്പിച്ചത് എന്താ? അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു. സൂറത്ത് യാസീനിലെ വലിയ, സൂറത്തുൽ കഹ്ഫിലെ വലിയ ഔലിയാക്കളുണ്ട്. ഗുഹയിൽ പോയി ഉറങ്ങിയ ആളുകൾ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹ് ഉറപ്പ് കൊടുത്തു. അള്ളാഹ്ക്ക് വേണ്ടി അവർ നാട് വിട്ടു പോന്നു. അവരെന്താ പറഞ്ഞത്? ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അള്ളാഹ്ക്ക് പുറമെ ഒരു ഇലാഹിനെയും ഞങ്ങൾ ദുആ ചെയ്യൂല. അങ്ങനെ ഞങ്ങൾ ചെയ്താലോ ഞങ്ങൾ അന്യായം പ്രവർത്തിച്ചവരായി മാറും. അതാണ് ഔലിയാക്കന്മാര്. അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. അത് പറഞ്ഞതിന്റെ പേരിൽ ആ നാട് വിട്ട് പോകേണ്ടി വന്നത്. ആ നാട്ടിലെ രാജാവ് ഭീഷണിപ്പെടുത്തി, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിലോ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കും, ഒരാഴ്ച സമയം തരാം. ആ രാജാവ് സമയം കൊടുത്തു. അങ്ങനെയാണ് ആ ചെറുപ്പക്കാർ നാട് വിട്ട് ഓടുന്നത്. അവർ അള്ളാഹ് ഗുഹയിൽ അഭയം പ്രാപിച്ചു. 300 കൊല്ലം ഉറക്കിക്കളഞ്ഞു. അവരെന്താ പറഞ്ഞത്? റബ്ബിനോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുകയുള്ളൂ. അതാണ് ഔലിയാക്കളുടെ വാദം, വിശ്വാസം. അവ നബിമാരുടെ വിശ്വാസം, നബിമാരുടെ ദുആ, ഔലിയാക്കളുടെ വിശ്വാസം, ഔലിയാക്കളുടെ ദുആ. ഇതൊക്കെ ആരോടാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. മനസ്സിലായല്ലോ? ഇനി വേറെ ചില വശങ്ങൾ കൂടി മനസ്സിലായിക്കോളൂ. എന്താണെന്നറിയോ? അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് ദുആ ചെയ്താൽ അത് നിരർത്ഥകമാണ്, കാര്യമില്ല എന്ന് അല്ലാഹ് പറയുമ്പോൾ ആ അല്ലാഹ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണ്ടേ? നോക്കൂ നിങ്ങൾ, സൂറത്ത് റഅദിലെ 14-ാമത്തെ ആയത്ത്, ലഹു ദഅവത്തുൽ ഹഖ്. അല്ലാഹുവിനോടാണ് യഥാർത്ഥ ദുആ, അതേ ഹഖുള്ളൂ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ലാ യസ്തജീബൂന ലഹും ബിശൈഅ, അവർ ഒന്നും തന്നെ ഉത്തരം തരുന്നതല്ല, ഒരിക്കലും ഉത്തരം തരുന്നതല്ല. ഉത്തരം തരൂല എന്ന് മാത്രമല്ല, ബിശൈഇൻ, എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു എന്തോ ആകട്ടെ, ഒന്നും ഉത്തരം തരൂല എന്നുമല്ല, ഒന്നും തരൂല എന്നല്ല പറയുമ്പോൾ ആ അള്ളാന്റെ വാക്കിൽ നമുക്ക് വിശ്വാസം വേണ്ടേ? അള്ളാഹുവിലാ ഈ വിശ്വാസം വേണ്ടത്, അത് വേറെ ആരെങ്കിലും ദുർവ്യാഖ്യാനിക്കുമ്പോൾ അതിലാ വിശ്വാസം വേണ്ടത്. എന്നിട്ട് അള്ളാഹു താല ഒരു ഉദാഹരണം പറയാം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഏതുപോലെ? റബ്ബല്ലാത്തവരോട് ദുആ ചെയ്താൽ ഒരു ഉത്തരവും കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഉദാഹരണം പറയാണ്, ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ. അവിടെ വെള്ളമുണ്ട്, ഞാൻ ഇവിടെ നിന്നിട്ട് വെള്ളത്തിൽ കൈ നീട്ടുക, വെള്ളം 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 എന്ന് പറഞ്ഞാൽ വമാ ഹുവ ബിബാലിഗി, ആ വെള്ളം എൻ്റെ വായിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എത്ര തന്നെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാലും ആ വെള്ളം എൻ്റെ വായിലേക്ക് എത്തുകയില്ല.
അള്ളാഹ് പറഞ്ഞ ഉദാഹരണം എത്ര വ്യക്തമാണ് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എന്നതുപോലെ നിങ്ങൾ 1000 തവണ വിളിച്ചാലും, ഇരുട്ടത്തിരുന്ന് വിളിച്ചാലും, വെളിച്ചത്തിരുന്ന് വിളിച്ചാലും, വിളിച്ചത് അള്ളാഹു അല്ലാത്തവരെയാണോ? ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു ഉത്തരവും ചെയ്യുന്നതല്ല. ഇതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷത്തോടെ ധൈര്യത്തോടെ ആദർശം തുറന്നു പറയുന്നത്. കാരണം ഇത് അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹ് പറഞ്ഞ കാര്യമാണ്, അതിൽ മാറ്റമില്ലല്ലോ. ശരി, ഇനി കേട്ടോ, സൂറത്തുൽ ഇസ്രായിലെ 56, 57 വചനങ്ങൾ. ഖുൽ നബിയെ പറയുക, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനി, നിങ്ങൾ വാദിക്കുന്ന പല ആളുകളുമുണ്ടല്ലോ, അത് ഔലിയാക്കളാണ്, അത് കറാമത്തുള്ളവരാണ്, അവർ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരാണ്, അവർ കറാമത്ത് കാട്ടുന്നവരാണ്, അങ്ങനെ പലതും പറഞ്ഞിട്ട് നിങ്ങൾ പലരെയും വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിളിക്കുന്ന ആളുകൾ ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീലാ, നിങ്ങൾ എന്ത് പ്രയാസം നീങ്ങാനാണോ അവരെ വിളിച്ചത്, കടം വീടാനാണോ, ബുദ്ധിമുട്ട് നീങ്ങാനാണോ, ഭാര്യയുടെ സുഖപ്രസവത്തിനാണോ, അതിനൊക്കെയാണല്ലോ വിളിക്കാറുള്ളത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം പ്രയാസം നീക്കാൻ കഴിവുള്ളവൻ ബുദ്ധിമുട്ടുന്നവൻ ദുആ ചെയ്താൽ ഉത്തരം തരാൻ റബ്ബല്ലാതെ മറ്റാരുണ്ട്? ആ പ്രയാസത്തെ നീക്കം ചെയ്യുന്നവൻ റബ്ബല്ലാതെ മറ്റാരുമുണ്ട്? ഇലാഹുമ്മ അല്ലാഹ്, റബ്ബിന്റെ കൂടെ വേറെ ആരാധ്യ വസ്തുക്കളുണ്ടോ? റബ്ബിന്റെ ചോദ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, ഖുർആനിലാ പറയുന്നത്. മാത്രമല്ല, ഇനി കേട്ടോ, അല്ലാഹു തആല പറയാൻ, മസലുല്ലദീന ഇബ്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ, ഇതാ അവർ ഔലിയാക്കന്മാരാണ്, അവർ മഹാത്മാക്കളാണ്, ഔലിയാക്കന്മാരെ വിളിക്കണം എന്നാ അല്ലാഹ് പറയണത് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അല്ലാഹ് പറഞ്ഞു കേട്ടോളൂ, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും ഔലിയാക്കളെ സ്വീകരിച്ചാൽ അവന്റെ ഉദാഹരണം എങ്ങനെയാണ്? കമസരിൽ അങ്കബൂത്ത്, എട്ടുകാലിയെ പോലെയാണ്. ഇബ്തഖദത്ത് ബൈത്ത, എട്ടുകാലി വീടുണ്ടാക്കുന്നു. ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. എട്ടുകാലി വീട് ചിലന്തി വീടുണ്ടാക്കി. എത്ര മണിക്കൂർ എടുത്തു? അതിങ്ങനെ ചുറ്റി 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 2-3 മണിക്കൂർ കൊണ്ട് വലിയൊരു വീട് പൂർത്തിയായി. ഒരു പക്ഷി അധികം പറന്നുപോയാൽ, അല്ലെങ്കിൽ നമ്മളധികം നടന്നു പോയാൽ, ഒരു പ്രാണി അധികം പോയാൽ, ഒരു വലിയ പ്രാണി പോയാൽ അത് തകർന്നു പോയി. എന്നതുപോലെ അല്ലാഹു അല്ലാത്ത മറ്റു ഔലിയാക്കന്മാരോട് നിങ്ങൾ ദുആ ചെയ്താൽ, അവരെ നിങ്ങൾ സ്വീകരിച്ചാൽ, അങ്ങനെയാണല്ലോ സഹോദരങ്ങളെ വലിയ വലിയ പണം മുടക്കി വലിയ സ്റ്റേജ് ഉണ്ടാക്കുന്നത്. അവിടെ നല്ല നിറത്തിലുള്ള ബൾബുകൾ, ഒരുപാട് പണം മുടക്കി കൊണ്ടുവന്ന വലിയ വലിയ സാദാത്യങ്ങൾ, അല്ലേ? ഇന്നൊക്കെ എല്ലാവരും ഇരുന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? എനിക്ക് വ്യാപകമായ വിപത്ത് വരുമ്പോ, എനിക്ക് വലിയ പ്രയാസം വരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടല്ലാതെ പറയാനില്ല. എനിക്ക് അഭയം തേടാൻ, എനിക്ക് രക്ഷ തേടാൻ റസൂലേ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. എപ്പോ? എനിക്ക് വ്യാപകമായ വലിയ വിപത്ത് കടന്നു വരുമ്പോ. ഇത് നബി പഠിപ്പിച്ചതാ ആണോ? വ്യാപകമായ വലിയ വിപത്ത് ബദറിൽ വന്നില്ലേ? എന്താ ബദരീങ്ങളുടെ നേതാവ് പ്രവാചകൻ ചെയ്തത്? രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അൻജിസ് ലനാ മാ വഅദ്തനാ, റബ്ബേ നിന്റെ കരാറ് പാലിക്കണേ, സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ, സഹായിക്കണേ. പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അവസാനം പറയാണ്, അല്ലാഹുമ്മ ഇംതുഹിലിക ഹാദിഹിൽ ഉസാബത സഗീറ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, നാളെ റബ്ബേ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഈ ചെറിയ സംഘം, അവരെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാകൂല റബ്ബേ, സഹായിക്കണേ അല്ലാന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് മേൽപോട്ട് ഉയർത്തിയപ്പോ തോളിലുള്ള മുണ്ടങ്ങോട്ട് താഴ്ത്തിയാടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്ന് കെട്ടിപ്പിടിച്ച് പിന്നുന്ന് ആ മുണ്ടെടുത്ത് തോളിലിട്ട് കൊടുത്ത് പറയാ, നബിയെ മതി നിങ്ങൾ പറഞ്ഞത്, അല്ലാഹ് നിങ്ങളെ സഹായിക്കും. നോക്കി നിങ്ങൾ, ബദരീങ്ങളുടെ നേതാവ്, ആ ബദരീങ്ങളുടെ നേതാവ് ഇരുന്ന് പ്രാർത്ഥിക്കുക. ബദറിന്റെ തലേ ദിവസം, ബദറിന്റെ അന്നും പ്രാർത്ഥിച്ചു. യുദ്ധം നടക്കുക, ഇടയ്ക്ക് നബിക്കുണ്ടാക്കിയ കൂട്ടിലേക്ക് കയറും, അരീഷിലേക്ക് കയറും, പ്രാർത്ഥിക്കുകയാണ്. പിന്നെ സ്വഹാബികൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും. പിന്നെ പ്രാർത്ഥിക്കും, വീണ്ടും യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് നബി വരും. അങ്ങനെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചും റബ്ബിനോട് പ്രാർത്ഥിച്ചും കഠിനാധ്വാനം ചെയ്തും ഉണ്ടായ വിജയമാണ് ബദറിന്റെ യുദ്ധം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കേരളത്തിന്റെ ഇക്കര മുതൽ അക്കര വരെ ബിരിയാണി ചെമ്പ് വിളമ്പുക സുന്നത്യമായത്തിന്റെ നേതാക്കന്മാര്. അതിന്റെ മുമ്പോ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ സഹോദരങ്ങളെ. കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? റമദാൻ മാസത്തിലെങ്കിലും. ആ ബദർ മൗലിദിൽ എന്താ പറയുന്നത്? യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുല്ലാദിയം മുസ്തൻജിദാ യഹ്ല ബദരി ശുഹദാ യമൻ ബിഹി കർബുൻ വഗം. നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുണ്ടോ, എന്ത് പരീക്ഷണമുണ്ടോ, കൈപ്പേറിയ പരീക്ഷണങ്ങൾ, അതൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തോ? ബദരീങ്ങളെ വിളിച്ച് ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞോന്നാ. ആ ബദരീങ്ങളുള്ള സഹായതേട്ടമാണ്
ഈ റമദാനിൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്തിനാ പിന്നെ ബദ്രീങ്ങളായത്? നമുക്ക് ചോറിനാനോ, നമുക്ക് ബിരിയാണി വെക്കാനോ, നമുക്ക് മൗലൂദോതി കായ് വാങ്ങാനോ? ബദറിന്റെ ചരിത്രമൊന്ന് പഠിക്കണ്ടേ നമ്മൾ? ഷഹീദായ സ്വഹാബിമാര് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കഴുത്തിലേക്ക് അമ്പ് വന്ന് പതിച്ച് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയ ബദ്രീങ്ങൾ, ബദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. എന്നിട്ട് നമ്മൾ ഇവിടെ അവരെ മഹത്വം പറയാണ്, അവരെ പുകഴ്ത്തി പറയാണ്, മദ്ഹ് പറയാണെന്ന പേരും പറഞ്ഞിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ വരികൾ പാടിക്കൊണ്ടിരിക്കുക. ഇത് വെറുതെ പറഞ്ഞ കാര്യമല്ല. എടുത്തോളൂ നിങ്ങൾ ബദർ മൗലിദ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇത് പരിശോധിക്കും. യമൻ ബിഹി മുറുൽ ബല വളാഖ ഖൽബൻ വജില ഖുൽ മുസ്രിഅം മുഹർവില യഹ്ല ബദരി ശുഹദാ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് അടങ്ങേറ് വന്നാലും നീ പറഞ്ഞോ, ബദർ ശുഹദാക്കളെ സഹായിക്കണേ. ഇത് ഇസ്ലാം ദീനല്ല, ഇത് സുന്നത്ത് ജമാഅത്തല്ല, ഇത് നബിമാര് പഠിപ്പിച്ച തൗഹീദല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന് അറിയോ? നിനക്ക് പ്രയാസമുണ്ടോ? നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വഗലബത്തി ദൈൻ വഖഹിരി റിജാൽ. ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് പഠിക്കും നമ്മൾ. അതാരും പഠിപ്പിച്ചു തരൂല്ല. സകല ബിദ്അത്തും പഠിപ്പിക്കും. സകല ബിദ്അത്തും ആൾക്കാർക്ക് അറിയാം. ഇന്നലെ വ്യാഴാഴ്ചയാണ്, സുന്നത്ത് നോമ്പുണ്ട്, വലിയ മഹത്വമുള്ള നോമ്പാ, ആർക്കും ഒരു പ്രത്യേകതയില്ല. മേറാജ് എന്ന ബിദ്അത്ത് നോമ്പ് വന്നപ്പോഴോ എല്ലാവരും ചാടി ഇറങ്ങി പുറപ്പെട്ടു. വ്യാഴാഴ്ചക്ക് മുമ്പും തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലേ? ആരെങ്കിലും നോറ്റോ? അടുത്ത തിങ്കളാഴ്ച നോമ്പില്ലേ? അടുത്ത വ്യാഴാഴ്ച നോമ്പില്ലേ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രോത്സാഹനം ഉണ്ടോ? ഇല്ല. ബിദഅത്ത് വരുമ്പോഴോ, ബറാത്ത് വന്നാലും മേറാജ് വന്നാലും ഇങ്ങനെയുള്ള എന്തെല്ലാം ബിദഅത്തിന് നോമ്പുണ്ടോ അത് പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ ആളുകളാ. അതിന് പേര് പറയാൻ, അതിന് പൂരിശ പറയാൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? തൗഹീദ് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ബിദഅത്തുകളിലേക്കും ചാടിപ്പോകുന്നത്. മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഔലിയാക്കന്മാരെ സ്വീകരിച്ചാലും 8 കാലി വലണ്ടാക്കിയതുപോലെ ഒരു കാര്യമില്ല. അപ്പോ ഇനി ഖുതുബിയത്തിന് നിങ്ങൾ എത്ര ആടിനെ കൊടുത്താലും മനസ്സിലായിക്കോളി, കാര്യമില്ല എന്നല്ല പറയണത്. അതിനുവേണ്ടി എത്ര പണം ചെലവഴിച്ചാലും കാര്യമില്ല എന്നല്ല പറയുന്നത്. കാരണം അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ 8 കാലി വലയുണ്ടാക്കിയതുപോലെയാണ്. മാത്രമല്ല അള്ളാഹ് ഇതുകൂടി പറഞ്ഞു, സൂറത്ത് യൂനുസ് 106, 107 ആയത്തുകൾ, വലാ തദഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നീ ദുആ ചെയ്യരുത്, മാലാ യൻഫഉക വലാ യദുറുക, ഉപകാരം ചെയ്യാൻ സാധ്യമല്ലാത്തവയെ, ഉപദ്രവം ചെയ്യാനും സാധ്യമല്ലാത്തവയെ. ഫഇൻ ഫഅൽത, ഇനി നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം, ഫഇന്ന കൈദം മിനൽ-ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. എന്തേ കാരണം എന്നറിയോ? വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു, നിനക്കൊരു ദുരിതം അള്ളാഹ് തരാൻ ഉദ്ദേശിച്ചാൽ അത് നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല, ഒന്നിനും കഴിയില്ല. അതുകൊണ്ട് റബ്ബിനോടാണ് ആ ദുരിതം നീങ്ങാൻ പറയേണ്ടത്. അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഫളിനെ തടയാനും ആർക്കും കഴിയില്ല. അള്ളാഹ് തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫളിൽ കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. കാരണം എന്താ? അവൻ ഗഫൂറാണ്, റഹീമാണ്. എല്ലാം റബ്ബിന്റെ യുക്തിയുടെ ഭാഗമാണ്. വേറെ ആർക്കും ഒന്നിനും കഴിയില്ല. അപ്പോൾ ഒന്നിനും കഴിയില്ല, ഉത്തരം ചെയ്യൂല, അവർ ദുർബലരാണ് എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോഴും നമ്മൾ എന്താ പറയല്? നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കും, അതുകൊണ്ട് വിളിച്ചോളൂ, വല്ല നിലത്തുനിന്നും വിളിച്ചോളൂ. വായി കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. 1000 തവണ വിളിച്ചോളൂ, വേഗത്തിൽ ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കേൾക്കുന്ന സഹോദരന്മാരെങ്കിലും ആലോചിച്ചോളൂ, പരലോകം സത്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതകളല്ല. ഇനി മാത്രമല്ല, അള്ളാഹിന്റെ ഒരു വെല്ലുവിളി എന്താണെന്നറിയോ? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകള് ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ളവരാണ്, നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. അവർ ജനിച്ചു, അവർ രോഗിയായി, അവർക്ക് ക്ഷീണം വന്നു, അവർക്ക് വിയർപ്പുണ്ടായി, അവർക്ക് ദാഹിച്ചു, അവർ ഭക്ഷണം കഴിച്ചു, അവർക്ക് പ്രയാസം വന്നു, അവർ അവസാനം മരിച്ചു. നിങ്ങൾ ആരെ വിളിച്ചാലും, അത് ആരാണെങ്കിലും ശരി, അത് ഏത് പ്രവാചകനാണെങ്കിലും ശരി, എത്ര വലിയ മഹാത്മാക്കളാണെങ്കിലും ശരി, ഏത് മഹത് പുരുഷനാണെങ്കിലും ശരി, അവരെല്ലാം മനുഷ്യരാണ്, ജനിച്ചവരാണ്. അവർക്ക് വിശപ്പുണ്ടായി, രോഗമുണ്ടായി, പ്രയാസമുണ്ടായി, മരിച്ചു. അതുകൊണ്ട് ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ അടിമകളാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഫദ്ഉഹും, നിങ്ങൾ അവരൊന്ന് വിളിക്ക്, ഫല്യസ്തജീബൂ ലക്കും, അവരൊന്ന് ഉത്തരം ചെയ്യട്ടെ, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിലൊക്കെ നോക്കാലോ. അല്ലാഹ് വെല്ലുവിളിച്ച വിഷയാത്. വേറെ ആരോടും ദുആ ചെയ്തിട്ട് കാര്യമല്ല. മാത്രമല്ല, പരലോകത്തേക്ക് എത്തിയാൽ അല്ലാഹ് പറയാണ്, വഖീല ദുഊ ശുറകാഅക്കും, നിങ്ങളുടെ പങ്കാളികളെ വിളിക്ക്, കൈപിടിക്കും എന്നല്ലേ പറഞ്ഞത്, യഹലോകത്തും പരലോകത്തും സഹായിക്കും എന്നല്ലേ പറഞ്ഞത്.
മുരീദി തമസ്സക് ബി വകുൻ ബി വാതിഖ ഫഹമീക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി. അതാണ് അവർ സ്വന്തം ബൈത്തിൽ പറഞ്ഞത്. മുരീദ് എന്നെ മുറുകെ പിടിച്ചോ, ഇഹലോകത്തും പരലോകത്തും ഞാൻ സംരക്ഷിക്കും, സഹായിക്കും. എന്താ മുരീദ്? ഷെയ്ഖിനെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ ഷെയ്ഖിന്റെ ത്വരീഖത്തിന്റെ ആളാകുക. ത്വരീഖത്ത് ചേർന്നാൽ അതിൻ്റെ ആളായാലോ മുഹദ്ദിമാല പാടണം, മുഹദ്ദി മൗലിദ് ഓതണം, മുഹദ്ദി റാത്തീബ് ചൊല്ലണം, ജലാലിയ റാത്തീബ് പാടണം. ഇതൊക്കെ മുഹദ്ദി ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടതാ. അതൊക്കെ ചെല്ലുമ്പോഴാണ് ഷെയ്ഖിന്റെ മുരീദാകുക. അങ്ങനെ മുരീദി തമസ്സക് ബി വകുൻ ബി വാതിഖ ഫഹമീക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി. അങ്ങനെ നീ എൻ്റെ മുരീദായി എന്നെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും നിന്നെ ഞാൻ സംരക്ഷിക്കും, സഹായിക്കും എന്ന് ഷെയ്ഖ് പറഞ്ഞു. ഷെയ്ഖ് അത് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറയാണ്, ആരെങ്കിലും ഉണ്ടോ വിളിക്ക്. പരലോകത്ത് അല്ലാഹു പറയാ വിളിക്ക്. അപ്പോ ഇവരെന്ത് ചെയ്യും? ഫദഅഉഹും, വിളിച്ചു നോക്കും. ഇത് ഖുർആനാ പറയുന്നത്, സൂറത്തുൽ ഖസസ് 64-ാമത്തെ ആയത്ത്. വിളിച്ചു നോക്കും. ഫലം യസ്തജീബു ലഹും, പക്ഷേ ഉത്തരം കിട്ടൂല. അല്ലാഹ് അതും കൂടി പഠിപ്പിച്ചു തരിക. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇങ്ങനെ അല്ലാഹനെ പോലെ പറഞ്ഞുതരാൻ വേറെ ആരാളുള്ളത്? കഴിയില്ല, കഴിവില്ല, ഉത്തരം കിട്ടൂല, അറിയൂല എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല, പരലോകത്ത് നല്ല കാണിച്ചു കൊടുക്കുക. വിളിക്ക്. അപ്പൊ ഇവർ വിളിക്കുകയാണ്. ഉത്തരം കിട്ടിയോ? ഇല്ല. ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ എന്താ കാണുക? വറഅഉൽ അദാബ്, പിന്നെ ശിക്ഷയാണ് കാണുന്നത്. എന്താ കാരണം? ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ്. ഇത് നിസ്സാര കാര്യമല്ല, ചില്ലാനം കൊണ്ടുള്ള കളിയല്ലത്. സ്വർഗം നിഷിദ്ധമാണ്. അവന്റെ അഭയസ്ഥാനം നരകമാണ്. അക്രമികളെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകുന്നതല്ല. ആരാ അക്രമികൾ? ഏറ്റവും വലിയ അക്രമം ഇന്ന ശിർക ലദുൽമുൻ അളീം. മനസ്സിലായോ സഹോദരങ്ങളെ? ഒരാൾ കള്ളുടിച്ചു, ഒരാൾ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചു. ഇതൊക്കെ മഹാപാപങ്ങളാണ്. ഇത് ചെയ്തിട്ട് തൗബ ചെയ്താൽ അത് പുറത്തു കൊടുക്കും. ഈ വിഷയം പഠിക്കണേ. തൗബ ചെയ്താൽ അത് പുറത്തു കൊടുക്കും. ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചു, വ്യഭിചരിച്ചാണ് മരിച്ചു, അല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ടാണ് മരിച്ചുപോയി, പക്ഷേ അദ്ദേഹം തൗഹീദുള്ളവനാണ് എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? രണ്ട് തീരുമാനത്തിൽ ഒന്നെടുക്കും. യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അള്ളാഹ് ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, ഒരു ശിക്ഷയില്ല, നേരെ സ്വർഗ്ഗത്തേക്ക് പറഞ്ഞയക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. യഹ്കുമു മാ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കും, വിധിക്കും, ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അള്ളാഹിന്റെ പ്രവർത്തനം ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് അള്ളാഹ് അങ്ങോട്ട് ചോദിക്കും. അള്ളാഹിനെ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹ് പുറത്തു കൊടുക്കുകയാണ്. നരകവുമില്ല, ശിക്ഷയില്ല, ഒന്നുമില്ല, നേരെ സ്വർഗത്തേക്ക്. എന്തേ? അത് അള്ളാഹുവിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. എന്നാൽ ചില ആളുകളെയോ വയുഅദ്ദിബു മൻ യശാ, ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. ആ തെറ്റിന്റെ ശിക്ഷ നരകത്തിന് കൊടുക്കും. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ വിചാരണ വേളയിലും കൊടുക്കും. വിചാരണ വേളയിൽ ഒരുപാട് ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നരകത്തിന് പോയി, ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചു. പിന്നെ അപ്പോഴേക്കും അവിടെ ശഫാഅത്ത് തുടങ്ങി. നബിൻ്റെ ഷഫാഅത്തുണ്ട്, മലക്കുകളുടെ ഷഫാഅത്തുണ്ട്, സ്വാലിഹീങ്ങളുടെ ഷഫാഅത്തുണ്ട്. ഈ ഷഫാഅത്തൊക്കെ കഴിഞ്ഞിട്ട് അവനെ നരകത്ത് കൊണ്ടുവന്ന് സ്വർഗത്തേക്ക് പറഞ്ഞയച്ച്. വ്യഭിചരിച്ചാലും മദ്യപിച്ചാലും അവസാനം ഒടുക്കന്നെ പോകുക സ്വർഗത്തിലേക്കാ. എന്നാൽ റബ്ബെ രോഗം മാറ്റണേ എന്നതിന് പകരം മുഹ്യബ്ദി ഷെയ്ഖെ രോഗം മാറ്റണേ, റബ്ബെ പൊറുക്കണേ എന്നതിന് പകരം, ഞാൻ തുറന്നാണ് പറഞ്ഞു തരാട്ടോ, മുഹ്യബ്ദി ഷെയ്ഖെ പൊറുക്കണേ, റബ്ബെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നതിന് പകരം മുഹ്യബ്ദി ഷെയ്ഖെ നരകത്തിൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബിന് മാത്രം കഴിവുള്ള വിഷയം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചാർത്തിക്കൊടുത്ത്, വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്ത്, റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ റബ്ബ് അല്ലാത്തവരോട് ചോദിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ശിർക്ക് സംഭവിച്ചു. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ആ പണി ചെയ്തവൻ നരകത്തിലേക്ക് പോകും. അള്ളാഹുവിന് പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹ് പൊറുക്കൂല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ബാക്കിയൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്തവനാണോ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കും. തൗബ ചെയ്യാതെ മരിച്ചാൽ അവൻ നരകത്തിലാണ്. ഈ എന്തെങ്കിലും ഷഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗത്തേക്ക് പോരാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ശുപാർശകരുടെ ശുപാർശ അവന് ഫലം ചെയ്യുകയില്ല. ആർക്ക്? ശിർക്ക് ചെയ്തവന്. ശിർക്ക് ചെയ്ത് മരിച്ചവന് പരലോകത്ത് ശുപാർശ കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്. അതൊക്കെ അവർ ദുനിയാവെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നാലോ അനസ്തബഖൈതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. എൻ്റെ ദുആ അല്ലാഹ് ഉത്തരം തരാമെന്ന് ഉറപ്പ് പറഞ്ഞ ചാൻസ് എനിക്കുണ്ട്. അത് എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മോടുള്ള സ്നേഹമാണത് ഈ ഉമ്മത്തിനോട്. വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് ലഭിക്കുക തന്നെ ചെയ്യും. നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? മൻ മാത മിൻ ഉമ്മത്തി ലം യുശ്രികു ബില്ലാഹി ശൈആ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരിച്ചു പോയവന്. കണ്ടോ? എന്തിനും വേണം തൗഹീദ്.
മയ്യത്ത് നമസ്കാരം സ്വീകരിക്കണോ? തൗഹീദുള്ള 40 പേര് നമസ്കരിച്ചാൽ അല്ലാഹ് സ്വീകരിക്കുന്ന ഹദീസുള്ളത്. കുറേ ആളുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ശിർക്ക് ചെയ്യാത്തവനായിരിക്കണം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? ശിർക്ക് ചെയ്യാത്തവനായിരിക്കണം. പരലോകത്ത് നിങ്ങൾ എത്ര ആകാശം മുട്ടെ ഹദീസിൽ കാണാം, നിങ്ങൾ ആകാശം നിറയെ പാപങ്ങളുമായി വന്നാലും ലം യുശ്രികു ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. അല്ല, ശിർക്ക് ചെയ്തു വന്നാലോ നരകമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പരലോകത്ത് ശഫാഅത്ത് ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ ശഫാഅത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? തൗഹീദോടുകൂടി ജീവിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്ന ശഫാഅത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. കാരണം ശഫാഅത്തുൽ ഉലമ, ശഫാഅത്തുൽ കുബ്ര വലിയ ശഫാഅത്തുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി കിട്ടിയ ആളുകൾക്ക് അതിൽ പ്രവേശിക്കണമെങ്കിൽ ശഫാഅത്തുണ്ട്. നരകത്തിലേക്ക് തീരുമാനിച്ചിട്ട് നരകത്തേക്ക് പോകാതെ സ്വർഗത്തേക്ക് പറഞ്ഞയക്കുന്ന ആളുകളുണ്ട്, അതിന് ശഫാഅത്ത് നടക്കുകയാണ്. നരകത്ത് പോയാലോ പിന്നെ ശഫാഅത്തുകൾ വേറെയുമുണ്ട്. 14ഓളം ശഫാഅത്തുകൾ നാളെ പരലോകത്ത് വരാനിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കേസുകളാണ്. ഇതൊന്നും അറിയാണ്ട് അവിടെ ഇരുന്നിട്ട് മങ്കൂസ് എടുത്തിട്ട് അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി, അല്ലാഹുവിന്റെ റസൂലേ നാളെ പരലോകത്ത് ശഫാഅത്ത് തരണേ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ശഫാഅത്ത് കിട്ടണമെങ്കിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ നേരെ എതിരാപ്പാ ചെയ്യണത്. നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. നമ്മളെന്താ ചിന്തിച്ച് ഉസ്താദുമാർ നമ്മളെ പറ്റിക്കൂല, നമ്മൾ ചിന്തിച്ച ഒന്നതാണ്. രണ്ടാമത്തതോ ഇത് അറബിയിലല്ലേ, അപ്പോൾ അറബി ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചൊല്ലുന്നതോ പച്ചയായ ശിർക്കിൻ്റെ വരികളാ, ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികളാ. അതുകൊണ്ട് ആ സഹോദരന്മാരെ ഖുർആൻ പഠിക്കും മാരി മൗലൂദൊക്കെ മാറ്റി വെക്കുന്നത് പറയുന്നത്. സ്വഹാബികളാണല്ലോ നമ്മുടെ ഏറ്റവും നല്ല നേതാക്കന്മാർ. ഏതെങ്കിലും സ്വഹാബി മങ്കൂസ് മൗലൂദ് കണ്ടിട്ടുണ്ടോ? അബൂബക്കറും ഫിൽ ജന്ന, നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തുൽഹത്തും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഫിൽ ജന്ന, അബൂ ഉബൈദത്തും ഫിൽ ജന്ന എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10ഓളം സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില സ്വഹാബത്തിന്റെ പേര് വേറെയും പറഞ്ഞിട്ടുണ്ട്. ഈ സ്വഹാബിമാരുടെ കയ്യിൽ കുത്തുബിയത്തുണ്ടായിരുന്നോ? ഒരു സ്വർഗത്തുകാന്ന് ഉറപ്പാണല്ലോ. അത് അവർ സ്വീകരിച്ചത് പോരെ നമുക്ക്. അവർ കുത്തുബിയത്ത് കണ്ടിട്ടില്ല. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നത്, മെയ്ഡ് ഇൻ തമിഴ്നാടാണത്. തമിഴ്നാട്ടിൽ നിന്ന് കോഴി വന്നാൽ വാങ്ങാൻ പേടിയാണ്, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നാൽ വാങ്ങാൻ പേടിയാണ്, കാരണം അതിൽ മരുന്നുണ്ടാവുന്ന. ഇത് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല, അത് ദീനാണല്ലോ, അത് പ്രശ്നമില്ല. ദുനിയാവ് വന്നപ്പോൾ പേടി, ദീന് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മൾ ദീനിൻ്റെ കാര്യം ദുനിയാവിൻ്റെ കാര്യം ഗൗരവത്തിലെടുക്കേണ്ടത്. അവിടെയുള്ള കായൽ പട്ടണത്തുകാരനായ ഒരാൾ എഴുതിയുണ്ടാക്കിയത്, വേറെ ഒന്ന് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്നത്, വേറെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നത്, മുഹബ്ദിമാല കഴിഞ്ഞിട്ട് 200 കൊല്ലം കഴിഞ്ഞ് റിഫായി മാല. സ്വഹാബികൾക്കറിയില്ല, താബിഈന് അറിയില്ല, തബഉ താബിഈന് അറിയില്ല. അവർക്ക് ശേഷം വന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി, ഇമാം മാലിക് ബിൻ അനസ്, അതേപോലെ തന്നെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഈ മൗലിദ് ഒന്നും അറിയില്ല. ശേഷം വന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, അതേപോലെ തന്നെ ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്ൻ ഖുസൈമ, ഹദീസിന്റെ പണ്ഡിതന്മാർ, അവർക്ക് ആർക്കും മങ്കൂസും അറിയില്ല, ശറഫുൽ അനാമും അറിയില്ല, ഖുതുബിയത്തും അറിയില്ല, ബുർദി അറിയില്ല, ഒന്നും അറിയില്ല. അതൊന്നും ഇല്ലാണ്ട് അവർ പാംതാവിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പാംതാവ് പോരെ നമുക്കൊക്കെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇതുവരെയും ഞാൻ ഖുർആനിലൂടെ ഓതി തന്ന തൗഹീദ് മുഴുവൻ അട്ടിമറിയാണ്, എല്ലാം പോയി. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ ഒരു പ്രാർത്ഥനയാണ്. ആര് പഠിപ്പിച്ചതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരോട് പഠിപ്പിച്ചത്? നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചത്. അദ്ദേഹം പറയാം, നബിയെ എനിക്ക് നമസ്കാരത്തിന് അവസാനത്തിൽ ചൊല്ലാൻ പറ്റിയൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. ഇന്നോ ആ നബിയോട് പറയാണ്, അള്ളാഹിന്റെ റസൂലെ പാപം ചെയ്തു പോയി, അള്ളാഹിന്റെ റസൂലെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി. അത്രത്തോളം ഫജുദിയാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു, പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ പാപിയായ അടിമയായ എന്നോട് അള്ളാഹിന്റെ റസൂലെ കരുണ കാണിക്കണമേ, ഔദാര്യം കാണിക്കണമേ എന്ന് ഒരു മൗലിദിൽ. വേറെ മൗലിദിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരുടെ മദ്ഹ് എന്ന പേരിലാണോ എഴുതപ്പെട്ടിട്ടുള്ളത് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ വരികളാണ്. ഞാൻ ആ ഭാഗമല്ലാതെ വിശദീകരിക്കുന്നില്ല. പക്ഷെ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമുക്കൊക്കെ അറിയാലോ, നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ,
ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, കാരണം അതിന്റെ ശിക്ഷ വളരെ മോശമാണ്. അത് ഒരിക്കലും അവസാനിക്കുന്ന ശിക്ഷയല്ല. അതുകൊണ്ട് റബ്ബന സ്രിഫ് അന്നാ, നരകത്തിന് രക്ഷിക്കണേ അല്ലേ. സുബ്ഹാനക ഫഖിന അദാബന്നാർ, റബ്ബേ നീ പരിശുദ്ധവാനാണ്, നരകത്തിൽ നിന്നും രക്ഷിക്കണേ. റബ്ബന ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിന് രക്ഷിക്കണേ എന്നാണ് അവസാനം പ്രാർത്ഥനയിൽ വരുന്നത്. ഇങ്ങനെ നരകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏത് പ്രാർത്ഥന ഉണ്ടോ അതൊക്കെ ആരോടാ? റബ്ബന അല്ലേ, റബ്ബി എന്ന് പറഞ്ഞിട്ടാ. അല്ലാഹുമ്മ ആതിഖ്നി മിനന്നാർ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. എന്നാൽ ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉസ്താദിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഖുതുബിയത്ത് ആരാണോ നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ മുമ്പിലാണ് പോയിരുന്ന പിന്നെ ചൊല്ലുന്നത് എന്താണെന്നറിയോ? വനജീമില്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹയ്യബ്ദീനി. ഔലിയാക്കന്മാരുടെ സുൽത്താനായ മുഹയ്യബ്ദീൻ ശൈഖ് കത്തിയാളുന്ന നരകത്തിൽ രക്ഷിക്കണേ. നമ്മുടെ സത്യം പറയാലോ, സകല ഇബാദത്തും തകർന്നു പോകും. അല്ലാഹ് പറഞ്ഞതാ, വേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. വഹാബി എന്ന് പറഞ്ഞോ പുത്തവാദി എന്ന് പറഞ്ഞോ എന്ത് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് ഹക്കാണ്. അല്ലാത്തവരോടുള്ള ദുആ, നരകത്തിൽ രക്ഷപ്പെടാനാ പ്രാർത്ഥിക്കുന്നത്. അതുമാത്രമല്ല പാപം പുറത്തു കിട്ടാനാ പ്രാർത്ഥിക്കുന്നത്, വിഷമങ്ങൾ നീങ്ങാനാ പ്രാർത്ഥിക്കുന്നത്, രോഗം മാറാനാ പ്രാർത്ഥിക്കുന്നത്. മുഹയ്യബ്ദീൻ ശൈഖ് മുതൽ ഇങ്ങോട്ടുള്ള പല ആളുകളോടും അത് മുഹയ്യബ്ദീൻ മാലയിലാകുമ്പോൾ അങ്ങനെ ചൊല്ലും. യാ സ്വാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദൽ ഖാദിരി. അല്ലയോ ഹാജത്തുകളുടെ ലക്ഷ്യമായ മത്ലബുൽ ഹാജാത്തായ മുഹയ്യബ്ദീൻ ശൈഖ്, ബഗ്ദാദിൽ മറമാടപ്പെട്ട മഹാനെ, നിങ്ങൾ എന്താകണം? നിങ്ങൾ എൻ്റെ സഹായിയാകണം. എവിടെ സഹായിയാകണം? ഇഹലോകത്തും പരലോകത്തും. ലിശദാഇദി ദുനിയാ വയൗമിൻ ആഖിരി. ഇഹലോകത്തെ ശിദ്ദത്തുകളിലും പരലോകത്തെ പ്രയാസങ്ങളിലും. ആ പരലോകത്തെ പ്രയാസങ്ങളിൽ ആരാ സഹായിക്കാൻ വരിക? മുഹയ്യബ്ദീൻ ശൈഖോ. ഇത് എന്ത് വിശ്വാസ? അള്ളാഹ് ഖുർആനിൽ പരലോകം പരിചയപ്പെടുത്തിയത് എന്തിനാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിൽ നിങ്ങൾ പേടിക്കണേ. അതാ പറഞ്ഞിട്ടില്ലേ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. മക്കൾ വാപ്പാക്ക്, വാപ്പ മക്കൾക്ക് ഗുണം ചെയ്യാത്ത ദിവസം, ആ ദിവസത്തെ നിങ്ങൾ പേടിക്കണേ. വാപ്പ ഉമ്മാനെ കാണുമ്പോൾ ഓടുക, ഉമ്മ വാപ്പാനെ കാണുമ്പോൾ ഓടുക, കുടുംബങ്ങളെ കാണുമ്പോൾ ഓടുക. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഇതൊക്കെ ഖുർആനല്ലേ, എല്ലാവരും ഓടിപ്പോകും, ആരും കൂടെ ഉണ്ടാവില്ല. അപ്പൊ പറയാം നമ്മൾ ഇവിടുന്ന് എന്ത്? മുഹയ്യബ്ദീൻ ശൈഖ് യാ സ്വാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദൽ ഖാദിരി. യാ മുഹയ്യബ്ദീൻ ശൈഖ്, നിങ്ങൾ എന്നെ എന്താണ് വലിയൊരു സഹായിയായിട്ട് എനിക്ക് മാറണം. ലിശദാഇദി ദുനിയാ വയൗമിൻ ആഖിരി, ഇഹലോകത്തെ ശിദ്ദത്തിലും പരലോകത്തെ ശിദ്ദത്തിലും. ഈ പ്രാർത്ഥന മുഴുവൻ പുതിയ മൗലൂദ് വന്നപ്പോൾ അത് സി എം മടവൂരിനോടാ. എന്തൊരു അബദ്ധമാണിത്. ഓരോ മൗലൂദുകൾ ഉണ്ടാക്കുമ്പോൾ അവരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് ന്യായം പറയാൻ നമ്മൾ വേറെ. അതെന്താ? അത് ഔലിയാക്കളാണ്, അവർക്ക് കറാമത്തുണ്ട്. എന്നാ എന്താ കറാമത്തുണ്ടെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സഹോദരന്മാരെ, ഈ അപകടം നമ്മൾ തിരിച്ചറിയാം. എന്തിനേറെ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായിരുന്നു ഈ ഓമാനുർ ശുഹദാക്കളെ നേർച്ചപ്പെട്ടി. ആ ഓമാനുർ ശുഹദാക്കളുടെ പേരിലുള്ള നേർച്ച, അവരുടെ പേരിലുള്ള മഖ്ബറ, അവരുടെ പേരിലുള്ള മൗലൂദ്, അതും പല സ്ഥലങ്ങളിൽ ഈ ഓമാനൂർ നേർച്ച എന്ന് പറഞ്ഞിട്ട് ചില മഹല്ലുകളിൽ നേർച്ച ഉണ്ടാക്കാറുണ്ട്. കാരണം എല്ലാ ഓമാനൂർ മാത്രം നടത്തിയാൽ ഇവിടുത്തോർക്ക് കിട്ടേണ്ടത് കിട്ടൂല്ലോ. അപ്പോൾ അത് കിട്ടാനൊരു മാർഗം എല്ലാ നാട്ടിലും ഉണ്ടാവും. അജ്മീർ ഉറൂസ്, ഓമാനൂർ നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മഹല്ലിലും ആ നേർച്ച ഇവിടെ നടത്തും. എന്നിട്ട് എന്താ ചെയ്യണത്? ചോറുണ്ടാക്കും, ആ മൗലൂദ് ഇവിടെ ഓതും. അത് ഓതാൻ കുറേ ആൾക്കാർ ഇരിക്കും. അതിൽ ബൈത്തും ജവാബും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇരുന്ന് ആടിയും പാടിയും ചൊല്ലുമ്പോൾ എന്താ ചൊല്ലുന്നെന്ന് ഓർക്കണ്ടേ? അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസത്തി സായിലീനാ അഗീഥൂനാ ഇദാ ഇസ്തബ്ദത് അലൈനാ ഖറായിബു ലൈസ ഫീനാ മൻ യഖീനാ. അല്ലയോ ഓമാനുർ ശുഹദാക്കളെ, അർത്ഥം ശരിക്കും കേട്ടോളൂ സുഹൃത്തുക്കളെ. അറബിയാണ്, അതുകൊണ്ട് സ്വർഗത്തേക്കാണ് ആരും കരുതരുത് കേട്ടോ. അറബിയിലൊക്കെ സ്വർഗത്തേക്കാണ്. നല്ല ലൈറ്റ് ഉണ്ടാക്കിയാൽ വെളിച്ചത്തിരുന്ന് ചൊല്ലിയതൊക്കെ സ്വർഗത്തേക്കാണ്. ഇത് കഴിഞ്ഞാൽ ചോറ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തേക്കാണ് എന്നൊന്നും ആരും കരുത്. പച്ചയായ ശിർക്കാണ് ചൊല്ലുന്നത്. നമ്മുടെ മഗ്രിബ് പോകും, ഇശാവ് പോകും, അസ്ർ പോകും, എല്ലാം തകരും. ചൊല്ലിയ സ്വലാത്തും ചൊല്ലിയ ദിക്റും എല്ലാം തകരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ പ്രസ്ഥാനത്തിന് തീരുമാനമല്ല, അള്ളാഹ് പറഞ്ഞതാ. ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ശിർക്ക് ചെയ്താൽ നിന്റെ കർമ്മങ്ങളെല്ലാം പൊളിയും. എടോ, നീ കർമ്മം ചെയ്ത 10 ഇരട്ടി അല്ല 100 ഇരട്ടി അല്ല 700 ഇരട്ടി അല്ല ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ പ്രതിഫലം തരാം ഞാൻ എന്ന് പറഞ്ഞ ദയാലുവായ റഊഫായ അള്ളാഹ്. ആ അള്ളാഹ് പറയാ, നീ എൻ്റെ കാര്യത്തിൽ ശിർക്ക് ചെയ്താൽ, എനിക്കുള്ളത് വേറുള്ളവർക്ക് കൊടുത്താൽ
ലയഹബതന്ന അമലുക്, നിന്റെ കർമ്മം പോകും. അത് നബിയോടും പറഞ്ഞിട്ടുണ്ട്. പ്രവാചകരെ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ കർമ്മം തകർന്നു പോകും. സൂറത്തുൽ അൻആമിൽ 10-18 നബിമാരുടെ ചരിത്രം പറഞ്ഞ് പേര് പറഞ്ഞിട്ടുള്ള പറയാം, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും, അവരുടെ കർമ്മങ്ങളും തകർന്നു പോകും. അതാ ശിർക്കിന്റെ പ്രത്യേകത. വലിയൊരു ബിരിയാണി ചെമ്പിൽ ഒരു 100 കിലോ അരിട്ട് വെച്ചിട്ട് നല്ല മസാലയും മുളകും എല്ലാം ചേർത്തിട്ട് ഒരു ഇറ്റ് വിഷം അതിൽ വീട് കഴിഞ്ഞാൽ ഇത്ര മസാല ഇട്ടില്ലേ, ഇത്ര ഇറച്ചിട്ടില്ലേ ഒന്നും പറയില്ല, ഒക്കെ വലിച്ചെറിയേണ്ടി വരും. അവിടെ വീണത് വിഷ. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വീണാൽ ചെയ്ത പണികൾ എത്ര വലുതായിട്ടും കാര്യമില്ല, അത് തകർന്നു പോകുമെന്ന്, കർമ്മം സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ച അതേ റബ്ബാണ് പറയുന്നത്. എങ്കിൽ ആലോചിച്ചോ, ഓമാനൂർ ശുഹദാക്കളുടെ പേര് വിളിച്ചാലും ബദർ ശുഹദാക്കളുടെ പേര് വിളിച്ചാലും അതൊക്കെ പ്രശ്നമാണ്. ആ ഓമാനൂർ ശുഹദാക്കളെ വിളിച്ച് പറയുന്ന മൗലിദിൽ എന്താ പറയുന്നത്? അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദിനാ, ശുഹദാക്കളെ ഞങ്ങളിതാ നിങ്ങളെ ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ്. എന്തിനാ? ഇലൈക്കും ലിൽ ഇഗാസതി സഇലീന, സഹായം കിട്ടാൻ ചോദിച്ചുകൊണ്ട് ഞങ്ങളിതാ വരുന്നു. അഗീസൂന, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. ഇദശ്തബ്ദത്ത് അലൈനാ ഖറായിബു, ഞങ്ങൾക്ക് കുർബത്തുകൾ പ്രയാസങ്ങൾ ശക്തമായാൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. ലൈസ ഫീനാ മയ്യഖീന, ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഓലെന്നെ മരിച്ചത് ഇടങ്ങറായിട്ടാണ്. എന്നിട്ട് അവരെപ്പോൾ എൻ്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ വിളിക്കുക. സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹിൻ്റെ ദീന് പഠിക്കേണ്ട പോലെ പഠിക്കുക, അറിയേണ്ട പോലെ അറിയുക. അള്ളാഹു തആല പറയാം, എന്താണെന്നറിയോ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യുന്നവനേക്കാൾ വലിയ വഴി പിഴച്ചവൻ വേറെ ആരുമില്ല. അവൻ സുന്നത്യമായത്തിൻ്റെ ആളാണെന്നല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണോ അത് ഈ മാരി മൗലൂദ് ഓതുന്നവനിലൊക്കെ സ്വഭാവമുണ്ട്. ആ വിശേഷണം വരും. കാരണം ഓരോ മൗലിദുകളിലും ആരെ പേരിലാണോ മൗലിദ് അവരുള്ള പ്രാർത്ഥനകളാണ്. അപ്പോൾ ഏത് മൗലൂദ് ഓതിയാലും അവൻ പഴച്ചു, ഒരു സംശയമില്ല. നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓരോ മൗലൂദ് എടുത്തോളൂ, എന്നിട്ട് പരിശോധിച്ചോളൂ. ഷറഫുല്ലാനാമായാലും മങ്കൂസായാലും കുത്തുബിയത്തായാലും ഓമാനൂറായാലും മടവൂരിൻ്റെ ആയാലും ഒക്കെ എടുത്തോളൂ, എന്നിട്ട് പരിശോധിക്കിൻ. അല്ലാഹ് പറയാ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ആരെയാ വിളിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത ആളുകളെ. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ ദുആയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അവർ പരലോകത്ത് വരും. നിങ്ങൾ ഞങ്ങളെ വിളിച്ചതോ ഞങ്ങളോട് പ്രാർത്ഥിച്ചതോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഉസ്താദുമാർ പറയാറില്ലേ, ഈ ഹളറത്ത് നബി കാണുന്നുണ്ട്, ഈ മജ്ലിസ് നബി കാണുന്നുണ്ട്, ഈ മജ്ലിസ് മുഹിയുദ്ദീൻ ശൈഖ് മഹാന്മാർ കാണുന്നുണ്ട്, മഹാന്മാരെ ഇതൊക്കെ ഏറ്റെടുക്കണേ എന്ന് പോലും പ്രാർത്ഥിക്കാറുണ്ട്. വെറുതെ പറയാ. അല്ലാഹ് പറയാ ഇല്ലാന്ന്, കാണുന്നില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അശ്രദ്ധവാന്മാരാണ്, അവരറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടു എന്ന് പേര് പറഞ്ഞതോ വെറുതെ പറയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പരലോകം നമ്മൾ നോക്കിക്കോളൂ. ഇനി മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുഹിയുദ്ദീൻ ശൈഖിൻ്റെ പേരിലുള്ള ഇത്തരം മാലി മൗലൂദൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ മുഹിയുദ്ദീൻ ശൈഖിന് ഫുതൂഹുൽ ഗൈബ് പറഞ്ഞൊരു കിതാബുണ്ട്, അതിലെ ആദർശം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതുകൂടി പഠിച്ചോ. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഹിയുദ്ദീൻ മാല മുഹിയുദ്ദീൻ ശൈഖിൻ്റെ അല്ല. അവർ സ്വന്തം ബൈത്ത് അവർ ഒന്നു പോലെ ചൊല്ലിയതാ, അത് ശൈഖിൻ്റെ അല്ല. അതേപോലെ ബഹിജ പലതുണ്ടല്ലോ, ഇതൊക്കെ പാടെ കൂട്ടിയിട്ടാ മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയത്. അവർ സ്വന്തം ബൈത്തിന്നും ബഹിജ കിതാബിന്നും അങ്ങീനെ തെക്കുമീല തന്നീന്നും കണ്ടോവർ. ബഹിജാബ് തെക്കുമില അവർ സ്വന്തം ബൈത്ത്, ഇതെല്ലാം കൂടി കൂട്ടിക്കൊച്ചിട്ടാ മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയത്. അതാരുണ്ടാക്കിയത്? കോഴിക്കോട്ടെ തുറ തന്നിൽ പിറന്നോവർ, പിന്നെ കോഴിക്കോട് പിറന്നിട്ടുള്ള പിന്നെ ഖാലി മുഹമ്മദി എന്നോവർ, അവരാണ് ഇത് ഉണ്ടാക്കിയത് എന്നാ. അത് മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. കുതുബിയത്തിന്റെ ആശയങ്ങൾ മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല. മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞത് എവിടെ കിട്ടും? അദ്ദേഹത്തിന്റെ കിതാബിൽ കിട്ടും. അത് ഞാൻ 1-2 വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ കിതാബിൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന കിതാബിൽ പറയാണ്, യാ മൻ യഷ്കു ഇലൽ ഖൽഖി മസായിബഹു, തൻ്റെ മുസീബത്തുകളെ പ്രയാസങ്ങളെ സൃഷ്ടികളോട് പരാതിയായി പറയുന്ന മനുഷ്യ. ഇലൽ ഖൽഖി, നീ സൃഷ്ടികളോട് ഇങ്ങനെ ശിക്കുവ. ഏത് ശിക്കുവ എന്ന് പറഞ്ഞാൽ എന്താ? പരാതിയായി. ഇർതകബ്തു അലൽ ഖത്വ غير حصير وعدد لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി എന്ന് നബി പഠിപ്പിച്ച ആദർശത്തിന് എതിരായിട്ട് നബിയോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നബി ഒരുപാട് പാപം ചെയ്തു, ഞാൻ നിങ്ങളോട് ശിക്കുവ പറയുന്നു, പരാതി പറയുന്നു എന്ന് പറയുന്നില്ലേ? മുഹിയുദ്ദീൻ ശൈഖ് മങ്കൂസിലെ ശിർക്ക് മുഹിയുദ്ദീൻ ശൈഖ് പറയാണ്, യേശ് എൻഫഉക്, എന്ത് ഫലം കിട്ടടോ? ശിക്വാക ഇലൽ ഖൽഖി, സൃഷ്ടിയോട് നീ പരാതി പറഞ്ഞാൽ, ലാ യൻഫഉനക വലാ യദുറൂനക,
നിനക്ക് ഉപകാരം അവർ ചെയ്യൂല, ഉപദ്രവവും ചെയ്യൂല. പിന്നെ എന്താ ഉണ്ടാകുക? ലൗ വഇദഅ തമദത അലൈഹിം വഅശറകത ഫീ ബാബിൽ ഹഖ്, നീ അവരിലൊക്കെ ബരമേൽപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ആ മേഖലയിൽ നീ ശിർക്ക് ചെയ്താൽ അവർ അള്ളാഹുവിൽ നിന്ന് നിന്നെ അകറ്റാണ്ടാകുക, അകന്നു പോകും, നീ റബ്ബിന്റെ കോപം കിട്ടുകയാണ് ചെയ്യുക എന്ന് ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നു. മാത്രമല്ല മുഹ്യിദ്ദീൻ ഷെയ്ഖ് മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ തൻ്റെ മകൻ അബ്ദുർ റസാഖിനെ വിളിച്ചു. എന്നിട്ട് തൻ്റെ മകൻ അബ്ദുർ റസാഖിനോട് പറയുന്ന ചില ഉപദേശം എന്താണെന്നറിയോ? ലാ തഖഫ് അഹദൻ വലാ തർജു, നീ ഒരാളെയും പേടിക്കരുത്, ഒരാളിലും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യരുത് അള്ളാഹുവിലല്ലാതെ. എന്ന് പറഞ്ഞാൽ നായിനെ പേടിക്കും, ആ പേടി അല്ലേ പറഞ്ഞത്, അത് ഭൗതികമായ പേടിയാണ്. അഭൗതികമായ പേടിയുണ്ടല്ലോ, ആ ചുരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ദർഗയിൽ പണമിട്ടില്ലെങ്കിൽ വണ്ടി മറിയും, അവിടെ പണമിട്ടില്ലെങ്കിൽ ഇന്ന് ഓട്ടം കുറയും, അവിടെ പണമിട്ടാലേ സുരക്ഷിതമായി താഴേക്ക് എത്തൂ. ഇങ്ങനത്തെ ഒരു പേടിയുണ്ടല്ലോ. അത് ഷെയ്ഖ് വന്ന് വണ്ടി ഉന്തി മറിച്ചിടുന്നുള്ള ഭൗതിക അല്ലത്, അത് അഭൗതിക. ഷെയ്ഖ് വിചാരിച്ചാൽ എൻ്റെ വണ്ടി മറിയും, ഷെയ്ഖ് വിചാരിച്ചാൽ അവിടെ ഓട്ടം കുറയും, ഷെയ്ഖ് വിചാരിച്ചാൽ പ്രശ്നം വരും. ഈ വിശ്വാസം അതിനാണ് അഭൗതികമായതെന്ന് പറയാ. അങ്ങനെ നീ ഒരാളെ പേടിക്കാൻ പാടില്ല, ഒരാളെ ബരമേൽപ്പിക്കാനും പാടില്ല, പ്രതീക്ഷിക്കാനും പാടില്ല. എന്ത് ഹാജത്തുണ്ടോ അതെല്ലാം നീ റബ്ബിലേക്ക് സമർപ്പിച്ചോ. റബ്ബിനോട് അത് ചോദിച്ചോ. റബ്ബല്ലാത്ത ഒരാളിലും നീ തവക്കുലും ബരമേൽപ്പിക്കലും ചെയ്യരുത്. റബ്ബിൽ മാത്രമേ ഇഅ്തിമാദ് പാടുള്ളൂ, റബ്ബിൽ മാത്രമേ അവലംബം പാടുള്ളൂ. അത്തൗഹീദ് 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 3 തവണ ഞാൻ ആവർത്തിക്കല്ല, മുഹ്യിദ്ദീൻ ഷെയ്ഖ് ആവർത്തിച്ചതാ. തൗഹീദ് മുറുകെ പിടിച്ചോ, തൗഹീദ് മുറുകെ പിടിച്ചോ, തൗഹീദ് മുറുകെ പിടിച്ചോ. വജിമാഉൽ കുല്ലി അത്തൗഹീദ്, വീണ്ടും അദ്ദേഹം പറയാ എല്ലാറ്റിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. പരലോകരക്ഷ തൗഹീദിൽ, കർമ്മങ്ങൾ സ്വീകരിക്കൽ തൗഹീദിൽ, ഖബറിന്റെ രക്ഷ തൗഹീദിൽ, സമാധാനം തൗഹീദിൽ, നിർഭയത്വം തൗഹീദിൽ. അതെ, അത്തൗഹീദ് അത്തൗഹീദ് അത്തൗഹീദ്. ആ ഷെയ്ഖിനെ ഇട്ടിട്ട് നമ്മൾ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഷെയ്ഖ് പഠിപ്പിച്ചു എന്ന് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇനി പഠിപ്പിക്കൂല. ഇനി കേട്ടോ, ആ ഷെയ്ഖ് പറയാണ്, ഇന്നക തകൂനു ദാകിറൻ ലിറബ്ബിക അസ്സ വജല്ല മുവഹിദൻ ലഹു, ആ റബ്ബിൽ ഏകനായി ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് ആ റബ്ബിനോട് നീ ദുആ ചെയ്യണം, ആ റബ്ബിനെ നീ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഹൈസു തസ്അലുഹു, അവനോടേ ചോദിക്കാവൂ. വലാ തസ്അലു അഹദൻ ഗൈറഹു, മറ്റൊരാളോടും നീ ചോദിക്കാൻ പാടില്ല. വലാ തതുർകു ഹാജതക ലിഗൈരിഹി തആല, റബ്ബല്ലാത്ത ഒരാളുടെ മുമ്പിലും നിന്റെ ആവശ്യങ്ങൾ നീ പറയരുത് മനുഷ്യ. ആരാ പറഞ്ഞത്? മുറാദിയ മുറാദിയ മുറാദി മുറാദി ഷെയ്ഖ് മുഹയ്യിദ്ദീൻ മുറാദി എന്ന് പറയാം. അബ്ദുല്ലാണ്ട് നമ്മൾ ചെല്ലലില്ലേ? ആ ഷെയ്ഖ് നമ്മോട് പറയാ, നീ റബ്ബിനോട് പറഞ്ഞു നിന്റെ ആവശ്യങ്ങൾ. നമുക്ക് ഒരു എത്തും പിടിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോകും, എന്ത് കണ്ടാലും സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയും. അതുകൊണ്ട് ഖുർആൻ ഒന്ന് പഠിക്കുക, നമ്മൾ ആർക്കും പറ്റിക്കാൻ പറ്റൂല, നമ്മൾ ഒരാളും പറ്റിക്കൂല ശരിക്കും ഖുർആൻ പഠിച്ചിട്ട് തൗഹീദിന്റെ ആളുകളായാൽ. ഇനി കേട്ടോ, ഷെയ്ഖ് പറയാ, ലൗ സജബ്ത ലില്ലാഹി അൽഫ ആം, നീ 1000 കൊല്ലം സുജൂദ് ചെയ്യുകയാണ് അള്ളാഹ്ക്ക് വേണ്ടി. എവിടെ? അലൽ ജബർ, തീക്കനലിന്റെ മുകളിൽ, ഒരു തീക്കട്ടന്റെ മുകളിൽ 1000 കൊല്ലം നീ സുജൂദിൽ ഇങ്ങനെ കിടക്കുക. പക്ഷെ നിന്റെ കൽബ് പലോടത്തുണ്ട്. ചെയ്യാൻ മടവുണ്ട്, അങ്ങോട്ടുണ്ട്, മമ്പുറത്തൊക്കെ ഇങ്ങോട്ടുണ്ട്, ഇവിടുത്തെ അയക്കല്ല അയമക്കുണ്ട്, അവിടെ പെരണ്ട മുകളിൽ കെട്ട് അയമക്കുണ്ട്, പീഡിയയിൽ അതുണ്ട്, ഒരു പിന്നെ നമ്പർ ഇട്ടിട്ടുണ്ട് അയമക്കുണ്ട്, പലോടത്തൊക്കെ മനസ്സ്. അങ്ങനെയാണെങ്കിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയാ, ലമാ നഫഅക ദാലിക, 1000 കൊല്ലത്തെ സുജൂദ് കൊണ്ടൊരു കാര്യമില്ല. എത്ര വ്യക്ത ഷെയ്ഖ് പറയണത്. 1000 കൊല്ലം നീ തീക്കനലിൽ സുജൂദ് ചെയ്താലും നിന്റെ മനസ്സ്, നിന്റെ തവക്കുൽ, നിന്റെ അവലംബം പലതിലാണ് എങ്കിൽ നിന്റെ സുജൂദ് കൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം പറയാ, മാ തസ്തഹി, നാണമില്ലടോ നിനക്ക്? ഇതൊന്നും മുജാഹിദീങ്ങളുള്ള ചോദ്യമല്ല, ഉറപ്പാ. മാ തസ്തഹി, നിനക്ക് നാണമില്ലേ? തഖൂലു ബിനിസാനിക, നീ നിന്റെ നാവ് കൊണ്ട് പറയുന്നു തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നു. പക്ഷേ വഫീ ഖൽബിക ഗൈറുഹു, നിന്റെ കൽബിൽ പലരും ഉണ്ട്, കൽബിൽ പലതുണ്ട്. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാലും കുപ്പി അവിടെ ഉണ്ട്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാലും ചെമ്പിന്റെ തകട അപ്പുറത്തുണ്ട്, അല്ലേ? കുട്ടികളുടെ കൈമലൊക്കെ ഐക്കല്ലു ആലസും നൂലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് തവക്കൽതു അലല്ലാഹ്? നാണല്ലടോ ഉണക്ക്. ആരാ പറഞ്ഞു അറിയോ? ഏത് ഷെയ്ഖിന്റെ പേരിലാണ് നമ്മൾ ചോറുണ്ടാക്കി തിന്നുന്നത്? ആ ഷെയ്ഖ് നമ്മോട് ചോദിക്കാൻ. എന്നിട്ട് ഷെയ്ഖ് അവസാനം പറയാ, ഇജ് അൽ ഖൽബക മസ്ജിദ, നീ നിന്റെ കൽബിനെ പള്ളിയാക്ക്. എന്താ പള്ളിന്റെ പ്രത്യേകത? ലാ തദഉ മഅല്ലാഹി അഹദ, ആ പള്ളിയിൽ അല്ലാത്തവർ ആർക്കും എന്ന് പറഞ്ഞാൽ നിന്റെ കൽബിൽ അള്ളാഹ് മാത്രം, പ്രതീക്ഷ അള്ളാഹുവിൽ, ബരമേൽപ്പിക്കൽ അള്ളാഹുവിൽ, തേട്ടം അള്ളാഹുവോട്, സുജൂദ് അള്ളാഹിന്റെ മുമ്പിൽ, സത്യം ചെയ്യൽ അള്ളാഹിന്റെ മുമ്പിൽ. നിന്റെ മനസ്സിൽ അള്ളാഹ് 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 എന്നല്ലാണ്ട് യാ ഷെയ്ഖ് യാ ഷെയ്ഖ് എന്ന് വരരുത്. അത്രയ്ക്ക് വ്യക്തമാക്കി പറഞ്ഞ വിഷയമാണ് ഏത്? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തൗഹീദിന്റെ വിഷയം. അത് നമ്മളാരും കേട്ടിട്ടില്ല, ഇനി കേൾക്കാനും പോടില്ല, പക്ഷെ ഞങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ
വെച്ച ആ ഒരു ലോകം ഉണ്ടല്ലോ, പരലോകം യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അവിടെ ഏതെങ്കിലും ആളുകളുടെ മഹത്വം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ ലോകമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പോലും പറഞ്ഞു, മോളെ നിന്റെ ശരീരം നീ കാത്തുരക്ഷിക്കും. പിന്നെയാണോ വേറുള്ളവർ? പക്ഷേ സഹോദരന്മാരെ, ഒറ്റ കാര്യം ഞാൻ വിട്ടുപോയത്, അതും കൂടി പറഞ്ഞാൽ വിഷയം പൂർത്തിയാവുള്ളൂ. എന്താണെന്നറിയോ? ചില ന്യായങ്ങൾ കേൾക്കാറുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ ഇലാഹാക്കണില്ല, ഞങ്ങൾ മുഹയ്യദ്ദീൻ ഷേഖ് ഇലാഹ എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾ കൊടുത്ത കഴിവെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ കൊടുത്ത കഴിവുണ്ടെന്ന് വരണ്ടേ? അല്ലാഹ് പറയാണ് കൊടുത്ത കഴിവില്ല. പിന്നെ എങ്ങനെ കൊടുത്ത കഴിവുണ്ടെന്ന് പറയാ? കേൾക്കൂല, അറിയൂല, കാണൂല, ഉത്തരം ചെയ്യൂല, ഇതൊക്കെ ഇല്ല എന്നല്ല അല്ലാഹ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഉണ്ടെന്ന് പറയാ? അപ്പൊ ആ ന്യായത്തിന് സ്ഥാനമില്ല. നീ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും മുഹയ്യദ്ദീൻ ഷേഖിനെ ഇലാഹാക്കിയിരിക്കുന്നു എന്ന് അബ്ദുറഹ്മാൻ ഒപ്പ്. അങ്ങനെ ഒപ്പിടലാണോ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ? അല്ല. ഇലാഹിന് കൊടുക്കേണ്ടത് ഇലാഹ് അല്ലാത്തവർക്ക് കൊടുത്താൽ ആ വസ്തുവിനെ ഇലാഹാക്കലായി. ധാര പറഞ്ഞെന്നറിയോ? മഹാനായ മുഹയ്യദ്ദീൻ ഷേഖ്. അതും കൂടിയും കേട്ടോളി, തൃപ്തിയാവും. ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും കേൾക്കുന്ന കാര്യം എന്താണ്? ഇലാണെന്ന വിശ്വാസമില്ലാതെ, ഇലാഹാക്കാതെ നമ്മൾ ആരോട് ദുആ ചെയ്താലും കുഴപ്പമില്ല. പണ്ട് ദുആ എന്ന് പറയില്ല, ഇസ്തിഗാസ എന്നാ പറഞ്ഞുള്ളൂ. ഇപ്പൊ വാക്കൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇലാഹാക്കാൻ ഞാൻ മദീന. ശരി, ഇലാഹാക്കാന്ന് പറഞ്ഞാൽ ഇന്ന ആൾ ഇലാഹാകുന്നു, ഇന്ന വസ്തു ഇലാഹാകുന്നു എന്ന് പറയലല്ല. ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മറ്റൊന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ആ വസ്തുവിനെ ഇലാഹാക്കലായി. ഞാൻ വിശദീകരിക്കുന്നില്ല, അപ്പോൾ ഏറിപ്പോകും. മുഹയ്യദ്ദീൻ ഷേഖ് പറഞ്ഞ് കേട്ടോളൂ. അദ്ദേഹം പറയാണ്, യാ ഖൗമി, എൻ്റെ സമൂഹമേ, അളിന്നു ശയാതീനക്കും, നിങ്ങൾ പിശാചുക്കളെ പരാജയപ്പെടുത്തണം ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് കൊണ്ട്. ഫീ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിലുണ്ടല്ലോ, ആ വാക്കുകൊണ്ട് നിങ്ങൾ ശൈത്താൻ ആട്ടിയോടിക്കണം. എന്നിട്ടോ ലാ ബി മുജറദിൽ ലഫ്ളി, അത് വെറുതെ അങ്ങനെ നാവ് കൊണ്ട് പറയലല്ല. അഫ്ളു ദിക്ർ അങ്ങനെ പറയലല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ആശയമുണ്ട്. എന്നിട്ട് പറയാണ്, അത്തൗഹീദു യുഹർരിഖു ശയാതീനൽ ഇൻസി വൽ ജിന്നി, എല്ലാ മനുഷ്യ പിശാചുക്കളെയും തൗഹീദ് കത്തിച്ചു കളയും. ലിഅന്നഹു നാറുൻ ലിശയാതീൻ, കാരണം ശൈത്താന്റെ മുമ്പിൽ തൗഹീദ് എന്താണ്? വലിയ തീയാണ്. വനൂറുൻ ലിൽ മുവഹ്ഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് അത് പ്രകാശവുമാണ്. എന്നിട്ട് ശൈഖ് ചോദിക്കുന്ന ചോദ്യം കേട്ടോളൂ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്? അത് പറയാൻ നിനക്ക് എന്താ അവകാശം? ഒഫീ ഖൽബിക കം മിൻ ഇലാഹിൻ, നിന്റെ കൽബിൽ എത്രയോ ഇലാഹുകൾ വേറെയില്ലേ? പിന്നെ എങ്ങനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? എന്നിട്ട് ശൈഖ് പറയാ, കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി, ഏതൊന്നിലാണോ നീ അവലംബമർപ്പിക്കുന്നത്, വതസിഖു ബിഹി ദൂനല്ലാഹ്, റബ്ബല്ലാതെ മറ്റൊന്നിൽ നീ ആരിലാണോ തവക്കുൽ ചെയ്യുന്നത്, ഫഹുവ സനമുക, നിന്റെ മനസ്സിലെ വിഗ്രഹമാണ്. നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ അടുത്തേക്ക് പറഞ്ഞു വരണ്ട. ഷെയ്ഖ് പറഞ്ഞതാ, റബ്ബല്ലാത്ത എന്തൊന്നിൽ നീ പ്രതീക്ഷ അർപ്പിച്ചോ അതെന്താണ്? നിന്റെ കൽബിൽ നീ ഉണ്ടാക്കിയെടുത്ത വിഗ്രഹമാണ്. ലാ യൻഫഉക, ഉപകാരം ചെയ്യില്ല. തൗഹീദുൽ ലിസാനി, നാവ് കൊണ്ടുള്ള തൗഹീദ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറയാ? ഒരു കാര്യമില്ല. മഅശിർക്കിൽ ഖൽബി, കൽബിൽ എന്താ ഉള്ളത്? പലതിനും പേടിയാ. ചില മക്ബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ പൈസ പോകാൻ പേടിയാണ്. ആ മക്ബറയിൽ പൈസ ഇട്ടില്ലെങ്കിൽ അപകടം വരുന്ന, അപ്പൊ കൽബിൽ ഒരു പേടി അവിടെ വന്നു. ഇവിടെ പൈസ ഇട്ടാലോ കുറേ ഗുണം കിട്ടും എന്നാണ്. അപ്പോൾ വേറെ പ്രതീക്ഷ അവിടെ വന്നു. അതാ ശൈഖ് പറഞ്ഞത്, നീ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്? എന്നിട്ട് അദ്ദേഹം പറയാണ് വേറെ ചില കാര്യങ്ങൾ കൂടി കേട്ടോ. ഖദിഹ്താല അലൈക ശൈത്താൻ, ശൈത്താൻ നിന്നെ പിടികൂടിയിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കൂല, ശൈത്താൻ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ സത്യത്തില്. എന്തേ കാരണം? വസയ്യന ലക്കൽ കദിബ വൽ അഅമാലൽ ഖബീഹ, നീ പറയുന്ന കളവുകളും നീ ചെയ്യുന്ന തിന്മകളും പിശാച് നിനക്ക് അലങ്കാരമാക്കി തരികയാണ്. എന്ത് ശിർക്ക് ചെയ്താലും ഒക്കെ തൗഹീദായിട്ട് വരിക. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചാലും അതാണ് യഥാർത്ഥ തൗഹീദ് എന്നാണ്. അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരിക. എന്തേ കാരണം? ശൈത്താൻ നിന്നെ പിടികൂടിയിട്ടുണ്ട്. തക്ദിബു, നീ കളവ് പറയുന്നു. ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നു. എന്തേ കാരണം? ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ, നീ കൈകെട്ടിയാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. തക്ദിബു, നീ കളവാ പറയുന്നത് കാരണം ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു, നിന്റെ കൽബിൽ വേറെയും ഇലാഹുകളുണ്ട്. കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, നീ ഏതൊന്നിൽ ഭരമേൽപ്പിക്കുന്നുവോ അത് നിന്റെ ഇലാഹാണ്. വ കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, ഏതൊന്നിനെ നീ ഭയപ്പെടുന്നുവോ, അത് നിന്റെ ഇലാഹാണ്. വ തർജൂഹു, ഏതൊന്നിൽ നീ പ്രതീക്ഷ അർപ്പിക്കുന്നുവോ അത് നിന്റെ ഇലാഹാണ്. മടവൂരെ, നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ, അല്ലേ? മടവൂരെയും നിങ്ങളാ ഖൈർ തരുന്നവൻ, മടവൂരെയും നിങ്ങളാ നിഅമത്ത് തരുന്നത്. പയച്ചിട്ടുണ്ട് ഒരുപാട് മേഖലയിൽ. ശരിക്കും ആലോചിച്ചോളി. മുഹയ്യദ്ദീൻ ഷേഖ് പറയാ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ പറഞ്ഞാൽ നീ വെറുതെ നുണ പറയാ. നിന്റെ മനസ്സിൽ പലതും ഉണ്ട്. ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ കൽബ് നാവിനോട് യോജിക്കുന്നില്ല. ഫിഅലുക ലാ യുവാഫിഖു ഖൗലക, നിന്റെ വാക്ക് പ്രവൃത്തിയോടും യോജിക്കുന്നില്ല. ഖുൽ അല്ലാഹു അക്ബർ അൽഫ മറത്തിൻ ബിഖൽബിക, അതുകൊണ്ട് നാവ് കൊണ്ടുള്ള പറച്ചിൽ നിർത്തിക്കളാ. എന്നിട്ട് ഈ കൽബോണ്ട് 1000 തവണ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലാഹു അക്ബർ പറയും. കൽബോണ്ട് ആദ്യം പറയും,
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചത്തിൽ പിന്നെ ചൊല്ല. കൽബോണ്ട് നീ എന്ത് ചെയ്യ്? ആദ്യം നീ 1000 തവണ പറയേ. വമറത്തൻ ബിലിസാനിക, നാവോണ്ട് ഒറ്റവട്ടം പറഞ്ഞാൽ മതി. നാവോണ്ട് ഒരു വട്ടം പറഞ്ഞാൽ മതി. കൽബോണ്ട് നീ 1000 തവണ ആദ്യം പറയ്. മാ തസ്തഹി, നിനക്ക് നാണമില്ലടോ. അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം നാണമില്ലേ നിനക്ക്? വലക അൽഫു മഅബൂദിൻ ഗൈറ, അല്ലാഹു അല്ലാത്ത 1000ഓളം ആരാധ്യന്മാർ നിനക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യ, തുബ് ഇലല്ലാഹി അസ്സ വജൽ, റബ്ബിലേക്ക് നീ തൗബ ചെയ്ത് മടങ്ങ്. മിൻ ജമീഇ മാ അൻത ഫീഹി, ഇപ്പം നീ എന്തൊക്കെയിലെ വിശ്വാസത്തിലാണ് ഉള്ളത് അതൊക്കെ തൗബ ചെയ്ത് മടങ്ങ്. ഷെയ്ഖിന്റെ ഈ ഉപദേശം ഞങ്ങളോടല്ല എന്ന് ഉറപ്പാ. ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പം ആരോടെ പറയണത്? നീ ഇപ്പം നിന്റെ ഉള്ള വിശ്വാസത്തിൽ തൗബ ചെയ്ത് മടങ്ങ്. കാരണം ഷിർക്കിലാണ്. നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് ഈ വിഷയം ഇങ്ങനത്തെ ഒരു ഗൗരവവും പ്രാധാന്യവും അതോടൊപ്പം കുറച്ചൊക്കെ വിഷമുണ്ടാക്കുന്ന വിഷയമായത് കൊണ്ടാണ് സഹോദരന്മാരെ ഈ നിലയ്ക്ക് തുറന്ന് ഞാൻ വിഷയങ്ങൾ പറഞ്ഞത്. അതാരെയും വേദനിപ്പിക്കാനോ ആരെയും പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല. ഞാനും നിങ്ങളും ഒക്കെ മരിക്കാനുള്ളവരാണ്. നമുക്കൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ എത്തിച്ചേരണം. അവിടെ നമ്മുടെ രക്ഷാശിക്ഷകളുടെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹും തൗഹീദുമാണ്. രക്ഷാമാർഗം തൗഹീദാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ഹക്ക് മനസ്സിലാക്കാനും തൗഹീദ് ഉൾക്കൊള്ളുവാനും അങ്ങനെ തൗഹീദിൻ്റെ വക്താക്കളായി ജീവിച്ച് മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനും ദഅവത്തും നമ്മുടെ ഈ രാജ്യത്ത് എത്ര സമാധാനത്തോടും നിർഭയത്തോടും കൂടിയാണോ നമ്മൾ ചെയ്തിരുന്നത് അതേപോലെ തുടർന്ന് പോകുവാനുള്ള എല്ലാ കവാടങ്ങളും റഹ്മാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാകട്ടെ. രാഷ്ട്രീയമായോ അല്ലെങ്കിൽ ഭരണമായോ ഏതെങ്കിലും നിലക്കുള്ള എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ദീനിൻ്റെ അതനുസരിച്ച് കൊണ്ടുള്ള ജീവിതത്തിലും ആ ദീന് ദഅവത്ത് ചെയ്യുന്നതിലും എന്തെങ്കിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ വരാറുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതൊക്കെ നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ആ റബ്ബിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് നമ്മുടെ രക്ഷയുടെയും മാർഗം. ആ റബ്ബ് നമ്മളെ സഹായിക്കും. നമ്മൾ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉള്ളവരായി അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളവരാണെങ്കിൽ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകളുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ ദീനുമായി ശക്തിയുക്തം മുന്നോട്ട് നീങ്ങാൻ നമുക്കൊക്കെ ഈമാനും അറിവും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم تقبل منا دعاءنا، اللهم تقبل منا صالح أعمالنا، اللهم اغفر لنا ولوالدينا، اللهم اغفر لنا ولإخواننا ولأساتذتنا، اللهم احفظ مساجدنا، اللهم احفظ مساجدنا من أيدي الكفار والفاسقين والظالمين. اللهم احفظ مساجدنا، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا تممتها بفضلك وكرمك يا أكرم الأكرمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.